സോ കഴിഞ്ഞ ദിവസം നമ്മൾ ചില സ്പെഷ്യൽ കേസുകളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ മിക്സ്ഡ് ആൻഡ് കോമ്പോസിറ്റ് സപ്ലൈ എന്നുള്ള ഒരു സ്പെഷ്യൽ കേസ് നമ്മൾ പറഞ്ഞു. അതുപോലെ അതിന് മുന്നേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വാറ്റ് ഒരു ബിസിനസ് കംപ്ലീറ്റ്ലി സെല് ചെയ്ത് കഴിഞ്ഞാൽ വാറ്റ് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ വൗച്ചറിന്റെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അങ്ങനെ കുറച്ച് സ്പെഷ്യൽ കേസുകളാണ് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ അതിന്റെ ബാക്കിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതിൽ ആദ്യം ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് പ്രധാനമായിട്ടും എക്സ്പോർട്ട് ഇമ്പോർട്ട് റിലേറ്റഡ് കാര്യങ്ങളാണ് പറയുന്നത്. അതിന് മുന്നേ രണ്ട് ചെറിയ പോയിന്റുകൾ പറയാനുണ്ട്. അതിലൊന്ന് ഏജന്റ് വഴി സപ്ലൈ ചെയ്യുമ്പോഴുള്ള കേസാണ്. അപ്പോൾ യു എയിൽ നമ്മളൊരു ഏജന്റിനെ നിർത്തിയിട്ട് സെയിൽ നടത്തുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഏജന്റ് മുഖാന്തരം സെയിൽസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന വാറ്റിന്റെ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ ഏജന്റ് പൊതുവെ യു എ വാറ്റിൽ രണ്ട് ടൈപ്പ് ഓഫ് ഏജന്റുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഡിസ്ക്ലോസ്ഡ് ഏജന്റും മറ്റേത് അൺഡിസ്ക്ലോസ്ഡ് ഏജന്റും. ഓക്കെ, സോ രണ്ട് തരത്തിലുള്ള ഏജന്റുകളുണ്ട്, ഡിസ്ക്ലോസ്ഡ് ഏജന്റ് ആൻഡ് അൺഡിസ്ക്ലോസ്ഡ് ഏജന്റ്. അപ്പോൾ ഡിസ്ക്ലോസ്ഡ് ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് തന്നെ ഉണ്ട്, ഡിസ്ക്ലോസ്ഡ് ഏജന്റ് ആണ്. അതായത് അയാൾ എന്ത് ചെയ്യും, ഏജന്റ് എന്ത് ചെയ്യും, ആ പ്രിൻസിപ്പൾ ആരാണോ അയാളുടെ പേര് എന്ത് ചെയ്യും, ഡിസ്ക്ലോസ് ചെയ്യും. അല്ലെങ്കിൽ അയാളുടെ ഇൻവോയ്സിൽ എല്ലാത്തിലും ഉണ്ടാവും എന്ത്, പ്രിൻസിപ്പൾ ആരാണെന്നുള്ളത് കാണിക്കും. അതായത് ഇപ്പൊ നമ്മളൊരു ഒരു ഒരു നമ്മുടെ ഇതൊരു മേജർ ബിസിനസ്, നമ്മളാണ് പ്രിൻസിപ്പൾ ആയിട്ട് നിൽക്കുന്ന ആള്. നമുക്കൊരു ഏജന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. നമുക്കൊരു ഏജന്റ് ഉണ്ട്. നമ്മൾ ഈ ഏജന്റ് മുഖാന്തരമാണ് എന്ത് ചെയ്യുന്നത്, സെയിലൊക്കെ നടത്തുന്നതെന്നുണ്ടെങ്കിൽ, ഡിസ്ക്ലോസ്ഡ് ഏജന്റ് ആണ് ഈ വ്യക്തി എന്നുണ്ടെങ്കിൽ ഇയാൾ എന്ത് പറയും, ഞാൻ ഇന്ന പ്രിൻസിപ്പൾ, അതായത് ഇന്ന ആളുടെ ഏജന്റ് ആണെന്നുള്ളത് അയാൾ കസ്റ്റമേഴ്സിനോടൊക്കെ പറയും. ഓക്കെ, അതുപോലെ തന്നെ സാധനം വിൽക്കുന്നതും ഇൻവോയ്സ് അടിക്കുന്നതിന്റെ ഒക്കെ റെസ്പോൺസിബിലിറ്റി ആർക്കായിരിക്കും, പ്രിൻസിപ്പൾ ആരാണോ അയാൾക്കായിരിക്കും. അതായത് അയാളുടെ പേരിലായിരിക്കും എന്ത് ചെയ്യുക, പ്രിൻസിപ്പളുടെ പേരിലായിരിക്കും ഇൻവോയ്സും കാര്യങ്ങളൊക്കെ അടിക്കുക. അപ്പൊ ഏജന്റിന് ഇതിൽ നിന്ന് എന്താ കിട്ടുക, ഏജന്റിന് ഇതിന് സെയിൽ നടക്കുന്നതിനനുസരിച്ചുള്ള ഒരു കമ്മീഷൻ മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, ഒരു ചെറിയൊരു എമൗണ്ട് കമ്മീഷൻ മാത്രം എന്ത് ചെയ്യുള്ളൂ, ഏജന്റിന് കിട്ടുള്ളൂ. ആ കമ്മീഷന്മ മാത്രം എന്ത് ചെയ്താൽ മതി, ഏജന്റിന്റെ പേരിലുള്ള വാറ്റ് കൊടുത്താൽ മതി. ബാക്കിയുള്ളതൊന്നും എന്ത് വരില്ല, വാറ്റ് വരില്ല. സോ അതാണ് ഡിസ്ക്ലോസ്ഡ് ഏജന്റ്. ഇനി അൺഡിസ്ക്ലോസ്ഡ് ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ അൺഡിസ്ക്ലോസ്ഡ് ഏജന്റ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ ഒരാളുടെ അൺഡിസ്ക്ലോസ്ഡ് ഏജന്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രിൻസിപ്പൽ സപ്ലയർ ഉണ്ട്, സാധനം വിറ്റ് തരുന്നത് ഒരു പ്രിൻസിപ്പൽ സപ്ലയർ ആണ്. ഞാനാണ് അയാളുടെ അൺഡിസ്ക്ലോസ്ഡ് ഏജന്റ്. ഞാൻ കസ്റ്റമേഴ്സിന് വിൽക്കുമ്പോൾ ഞാൻ എന്ത് പറയില്ല, ഞാൻ ഇന്ന ആളുടെ പേരിലുള്ള അല്ലെങ്കിൽ ഇന്ന ആളാണ് എൻ്റെ പ്രിൻസിപ്പൽ എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യില്ല, ഡിസ്ക്ലോസ് ചെയ്യില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ പേരിൽ ഏജന്റിന്റെ പേരിലായിരിക്കും ബില്ലൊക്കെ അടിക്കുക, സെൽഫ് ഇൻവോയ്സ് ആയിട്ട്, അല്ലെങ്കിൽ ഏജന്റിന്റെ പേരിൽ സ്വന്തമായിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഇൻവോയ്സ് ഒക്കെ അടിക്കുക. അപ്പൊ അവിടെ രണ്ട് ടൈപ്പ് ഓഫ് സപ്ലൈ ഉണ്ടാവും. ഒന്ന് നമ്മൾ ഈ പ്രിൻസിപ്പൽ ഏജന്റിന് വിൽക്കുന്ന ഒരു സപ്ലൈ, ആൻഡ് രണ്ടാമത് ഏജന്റ് കസ്റ്റമർക്ക് വിൽക്കുന്നത് വേറൊരു സപ്ലൈ. അപ്പൊ രണ്ടിനും തരും അവിടെ വാറ്റ് വരും. ഓക്കെ, അപ്പൊ ഇതാണ് ഏജന്റിന്റെ റിലേറ്റഡ്, ഏജന്റ് ത്രൂ വിൽക്കുന്ന സമയത്തുള്ള കേസ്. അപ്പൊ പ്രത്യേകിച്ച് ഒന്നും ഡിസ്കസ് ചെയ്യാല്ല, ജസ്റ്റ് അതിലുള്ള രണ്ട് ടൈപ്പ് ഓഫ് ഏജന്റ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, പറയാനുള്ളൂ. ഇനി ഗവൺമെന്റ് എൻറ്റിറ്റികളുടെ സപ്ലൈയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്ന ഈ ഒരു പോയിന്റ് കൂടി നമുക്ക് ലാസ്റ്റ് പറയാനുള്ള ഒരു പോയിന്റ് ആണ്, ഗവൺമെന്റ് എൻറ്റിറ്റിന്റെ സപ്ലൈ. ഗവൺമെന്റ് എൻറ്റിറ്റിന്റെ സപ്ലൈ പൊതുവെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യൂല. അത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ഒരു അവരുടെ സൊവേറിയൻ കപ്പാസിറ്റിയിലുള്ളതാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് എൻറ്റിറ്റിയുടെ സപ്ലൈ ഒന്നും സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. അപ്പൊ സൊവേറിയൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ള അറിയണം. അതായത് ഇപ്പോൾ ഒരു ഗവൺമെന്റ് എൻറ്റിറ്റി പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യാണ്. ഓക്കെ, ഗവൺമെന്റ് സ്ഥാപനം പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യാണ്. ഈ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യാനുള്ള പവർ ആർക്ക് മാത്രമേ ഉള്ളൂ, യു എയിലുള്ള ഗവൺമെന്റിന് മാത്രമേ ഉള്ളൂ, അല്ലെ? ഒരാൾക്ക്, ഒരു സിറ്റിസന് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യാനുള്ള പവർ ആർക്ക് മാത്രമേ ഉള്ളൂ, യു എയിലുള്ള ഗവൺമെന്റ് ആരാണ്, ഐ മീൻ ഓക്കെ, യു എയിലുള്ള ഗവൺമെന്റ് ആരാണോ അവർക്ക് മാത്രമേ എന്തുള്ളൂ, അതിനുള്ള പവർ ഉള്ളൂ. പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യാനുള്ള പവർ അവർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത്, ഓക്കെ, പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത്, സെക്കൻഡ്, വിമൽ, ഓക്കെ ഓക്കെ സോ ഞാൻ പറഞ്ഞു വന്നത് എന്താ, ഗവൺമെന്റ് എൻറ്റിറ്റിയുടെ സപ്ലൈയുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. അപ്പോൾ ഗവൺമെന്റ് എൻറ്റിറ്റികൾക്ക് മാത്രമേ എന്തുള്ളൂ, പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യാനുള്ള പവർ, അതുപോലെ വിസ ഇഷ്യൂ ചെയ്യാനുള്ള പവർ, ഇതൊക്കെ ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് മാത്രമുള്ള കപ്പാസിറ്റിയിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങൾക്കൊക്കെ എന്തില്ല, വാറ്റ് ഇല്ല, അല്ലെങ്കിൽ വാറ്റ് സപ്ലൈ ആയിട്ട് പരിഗണിക്കുന്നില്ല. എന്നാൽ ചില ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് ഗവൺമെന്റ് എൻറ്റിറ്റിക്ക് മാത്രമല്ല പ്രൈവറ്റ് എൻറ്റിറ്റിക്കും പറ്റുന്ന ചില ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് ഉണ്ട്. ഒരു ഉദാഹരണത്തിന് നമ്മളൊരു പാർക്കിംഗ് സ്പേസ്,
ഓക്കെ, ഒരു പാർക്കിംഗ് സ്പേസ് റെന്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിനും ചെയ്യാൻ പറ്റും, പ്രൈവറ്റ് ആൾക്കാർക്കും ചെയ്യാൻ പറ്റും, രണ്ടുപേർക്കും ഒരേപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രൈവറ്റ് ആൾക്കാരും പാർക്കിംഗ് സ്പേസ് കൊടുക്കുന്നുണ്ട്, ഗവൺമെന്റും റെന്റിന് എന്തുണ്ട് പാർക്കിംഗ് സ്പേസ് കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഈ പാർക്കിംഗ് സ്പേസിന് അവർക്ക് എന്തുണ്ടാവും, വാറ്റ് ഇൻക്ലൂഡഡ് ആയിരിക്കും. കാരണം അവർ വാറ്റ് ത്രഷോൾഡ് കടന്ന ആളാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തുണ്ടാവും, വാറ്റ് എമൗണ്ട് കൂടി കളക്ട് ചെയ്യേണ്ടി വരും ഈ പാർക്കിംഗ് സ്പേസിന്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പാർക്കിംഗ് സ്പേസിന്റെ ഫീസ് എന്തായി കൂടും. എന്നാൽ ഗവൺമെന്റ് സ്ഥാപനത്തിന് ഈ പറഞ്ഞ പോലെ വാറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഫീസ് കുറവായിരിക്കും. അപ്പൊ അതൊരു കോമ്പറ്റീഷനാണ്, പ്രൈവറ്റ് സെക്ടറിന് ഒരു കോമ്പറ്റീഷനാണ്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിൻ്റെതല്ലാത്ത നോൺ സൊവീറിയൻ കപ്പാസിറ്റിയിലുള്ള ആക്ടിവിറ്റീസ് ഒരു പ്രൈവറ്റ് സെക്ടറുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനും ഗവൺമെന്റ് എൻറ്റിറ്റി ആണെങ്കിലും അവിടെ എന്ത് വരും, വാറ്റ് വരും. ഓക്കെ, ബാക്കിയുള്ള ആക്ടിവിറ്റിക്കൊന്നും ഗവൺമെന്റിന് എന്ത് വരില്ല, വാറ്റ് വരില്ല. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണമാണ് എന്ത്, മുനിസിപ്പാലിറ്റി ഒരു പാർക്കിംഗ് സ്പേസ് ഓൺ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റി പാർക്കിംഗ് സ്പേസ് ഓൺ ചെയ്യുന്നതിലെ പ്രശ്നം എന്താ, പ്രൈവറ്റ് സെക്ടറിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ പോലെ പാർക്കിംഗ് സ്പേസ് കൊടുക്കാൻ പറ്റും. പ്രൈവറ്റ് സെക്ടറിന് വാറ്റ് കൂടി ആഡ് ചെയ്ത എമൗണ്ട് ആയിരിക്കും വരിക. അപ്പോൾ പ്രൈവറ്റ് സെക്ടറിൽ 100 ദിർഹംസ് ആണ് പാർക്കിംഗ് സ്പേസിന് എന്ന് വിചാരിക്കാം. അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, +5% വാറ്റും കൂടി ചാർജ് ചെയ്യേണ്ടി വരും. അപ്പോൾ 105 ആവും അവരുടെ പാർക്കിംഗ് സ്പേസ്. എന്നാൽ ഗവൺമെന്റ് സെക്ടർ ഇതേപോലെ ഒരു പാർക്കിംഗ് സ്പേസ് കൊടുക്കുന്നുണ്ട്, അവർക്ക് വാറ്റ് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അവരുടെ പ്രൈസ് എത്രയായിരിക്കും, 100 ദിർഹംസ് തന്നെ ആയിരിക്കും. അപ്പോൾ ഒരു കസ്റ്റമർ എവിടേക്കാ പോവാ, ഒരിടത്ത് 105ഉം ഒരിടത്ത് 100ഉം. സ്വാഭാവികമായിട്ടും കസ്റ്റമേഴ്സ് എവിടേക്കാ പോവാ, 100ലേക്കാണ് പോവുക അല്ലെ. അപ്പൊ ഈ പ്രൈവറ്റ് സെക്ടറിലുള്ള ബിസിനസ്സിന് എന്താണ്, അതൊരു നഷ്ടമാണ്, അല്ലെങ്കിൽ അവർക്ക് അതൊരു ഒരു കോമ്പറ്റീഷനാണ് അല്ലെ. ഗവൺമെന്റ് ഇങ്ങനെ വാറ്റ് ഇല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ കോമ്പറ്റീഷനാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ്, അതായത് ഗവൺമെന്റ് അവരുടെ കപ്പാസിറ്റിയിൽ ഇല്ലാത്ത, അതായത് പ്രൈവറ്റ് സെക്ടറിനും കൂടി ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ഈ രീതിയിൽ ചെയ്യാണ്, കോമ്പറ്റീഷൻ പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ട്രാ 5% വാറ്റ് ഗവൺമെന്റിന് വരും. അതല്ലാത്ത ഗവൺമെന്റിന്റെ ആക്ടിവിറ്റീസ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുക, വിസ ഇഷ്യൂ ചെയ്യുക, ഇതൊക്കെ ഗവൺമെന്റിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല, വേറെ ഒരു പ്രൈവറ്റ് സെക്ടറിനും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ആക്ടിവിറ്റീസിനൊന്നും എന്തില്ല, ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് വാറ്റ് ഇല്ല. ബാക്കി ഈ പറഞ്ഞ നമ്മളിപ്പോൾ ഈ പറഞ്ഞ മുനിസിപ്പാലിറ്റി പോലത്തെ പാർക്കിംഗ് സ്പേസ് പോലത്തെ, അല്ലെങ്കിൽ കോൺഫറൻസ് ഹാള്, ഗവൺമെന്റ് എന്ത് ചെയ്യാണ്, ഒരു കോൺഫറൻസ് ഹാള് റെന്റിന് കൊടുക്കുകയാണ്, കോൺഫറൻസ് ഹാള് ഗവൺമെന്റിന് റെന്റിന് കൊടുക്കുകയാണ്. അപ്പോൾ കോൺഫറൻസ് ഹാള് ഗവൺമെന്റിനും റെന്റിന് കൊടുക്കാം, പ്രൈവറ്റ് സെക്ടറിനും റെന്റിന് കൊടുക്കാം. ഗവൺമെന്റ് വാറ്റ് ഇല്ലാതെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫീസ് എന്തായിരിക്കും, സ്വാഭാവികമായിട്ടും കുറയും. അപ്പോൾ പ്രൈവറ്റ് സെക്ടറിന് എന്തായി, കോമ്പറ്റീഷനായി, പ്രൈവറ്റ് സെക്ടറിന് എന്ത് വരില്ല, ആള് വരില്ല അല്ലെ. വാറ്റ് ഇല്ലാത്ത എമൗണ്ട് ഗവൺമെന്റ് കൊടുക്കുമ്പോൾ ആൾക്കാർ അങ്ങോട്ടാ പോവാ. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ഐറ്റംസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്ടിവിറ്റിയിലൊക്കെ എന്തുണ്ട്, വാറ്റ് ഉണ്ട്. അതല്ലാത്ത ഗവൺമെന്റ് മാത്രം ചെയ്യുന്ന പാസ്പോർട്ട്, വിസ പോലത്തെ ആക്ടിവിറ്റിക്ക് ഒന്നും എന്തില്ല, ഗവൺമെന്റിന് വാറ്റ് വരില്ല. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൊവീരിയൻ ആക്ടിവിറ്റി. ഗവൺമെന്റിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില ആക്ടിവിറ്റീസ്, പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുക, ട്രാഫിക് ഫൈൻ കൊടുക്കുക, ജുഡീഷ്യൽ സർവീസുകൾ, ഇതൊക്കെ എന്താണ്, സൊവീരിയൻ ആക്ടിവിറ്റിയാണ്, ഗവൺമെന്റിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റി. അത്തരമുള്ള ആക്ടിവിറ്റി ഒക്കെ ഗവൺമെന്റിന്റെ കയ്യിൽ എന്താണ്, എക്സംപ്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് അത്തരം ആക്ടിവിറ്റി വാറ്റിൽ എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, സോ അതാണ് നമ്മൾ പറയാൻ വിട്ടിരുന്ന ഇന്നലെ ലാസ്റ്റ് പെൻഡിങ് ഉണ്ടായിരുന്ന 2 ചെറിയ പോയിന്റുകൾ. ഇനി നമ്മൾ അതിനുശേഷം നമ്മൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് റിലേറ്റഡ് കാര്യങ്ങളിലേക്ക് പോവാണ്. ഇതൊക്കെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഏതൊക്കെയാണ് എക്സംപ്റ്റഡ്, ടാക്സബിൾ, സീറോ റേറ്റഡ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ പോയിന്റ് ആണ്. ഇൻക്ലൂഡിങ് ഡീംഡ് സപ്ലൈ നമ്മൾ കഴിഞ്ഞ ദിവസം അതും പറഞ്ഞതാണ്. ഓക്കെ, സോ ഇന്ന് നമ്മൾ വേറൊരു പുതിയൊരു ചാപ്റ്ററിലേക്കാണ് പോകുന്നത്, അതാണ് എക്സ്പോർട്ട്. എക്സ്പോർട്ട് അണ്ടർ UAE വാറ്റ്. എക്സ്പോർട്ട് ഇമ്പോർട്ടും ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ആദ്യം നമ്മൾ എക്സ്പോർട്ട് ആണ് പറയുന്നത്. ഓക്കെ, സോ എക്സ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കയറ്റി അയക്കുക, അല്ലെങ്കിൽ ചരക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഗുഡ്സ് സർവീസ് ഒക്കെ എന്ത് ചെയ്യുക, UAE നിന്ന് UAE പുറത്തേക്ക് എന്ത് ചെയ്യുക, കൊണ്ടുപോകുന്ന പ്രൊസീജിയർ ആണെന്ത്, എക്സ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കയറ്റുമതി ചെയ്യാം. ഓക്കെ, അപ്പോൾ രണ്ടും നമുക്കൊരു സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാം. ആദ്യം നമുക്ക് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് പഠിക്കാം. ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എന്താണ് ട്രീറ്റ്മെന്റ് എന്നുള്ളത്. അപ്പോൾ ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ 2 ടൈപ്പ് ഓഫ് എക്സ്പോർട്ടിനെ കുറിച്ചാണ് UAE വാറ്റിൽ പറയുന്നത്. 2 ടൈപ്പ് ഓഫ് എക്സ്പോർട്ട്. ഓക്കെ, ആദ്യത്തെ എക്സ്പോർട്ട് ഡയറക്റ്റ് എക്സ്പോർട്ട് ആണ്, ഡയറക്റ്റ് എക്സ്പോർട്ട്. അപ്പൊ രണ്ടാമത്തെ എക്സ്പോർട്ട് എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം, എന്തായിരിക്കും, ഇൻഡയറക്റ്റ് എക്സ്പോർട്ട്. അപ്പൊ 2 ടൈപ്പ് ഓഫ് എക്സ്പോർട്ടിനെ കുറിച്ച് എന്ത് പറയുന്നുണ്ട്, UAE വാറ്റിൽ പറയുന്നുണ്ട്. ആദ്യത്തത് ഡയറക്റ്റ് എക്സ്പോർട്ട്. ഡയറക്റ്റ് എക്സ്പോർട്ട് എന്ന് ഉദ്ദേശിച്ചത് സപ്ലയർ ആയിരിക്കും എന്ത്, ഡയറക്റ്റ് എക്സ്പോർട്ടിൽ ഈ ഗുഡ്സിന്റെ ട്രാൻസ്പോർട്ടേഷന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. അതായത് ഇപ്പൊ നമ്മുടെ സപ്ലയർ UAE-യിലുള്ള ആളാണ്, എക്സ്പോർട്ട് ചെയ്യുമ്പോൾ സപ്ലയർ സ്വാഭാവികമായിട്ട് എവിടെയായിരിക്കും, UAE-യിലായിരിക്കും.
റെസിപ്പിയന്റ് യു എന്റെ പുറത്തുള്ള ഏതോ രാജ്യത്തിലുള്ള റെസിപ്പിയന്റ് നമ്മൾ എന്ത് ചെയ്യാണ്, യു എയിൽ നിന്ന് ഈ സാധനം പുറത്തേക്കുള്ള രാജ്യത്തേക്ക് നമ്മൾ കയറ്റിയേക്കാണ്. ഇതാണല്ലോ എക്സ്പോർട്ട്. അപ്പോൾ ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടല്ലോ, യു എയിൽ നിന്ന് യു എന്റെ പുറത്തുള്ള രാജ്യത്തേക്ക് എത്തുന്ന ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ, അതായത് ഗുഡ്സ് കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ടേഷൻ, അത് ചിലപ്പോൾ ഷിപ്പിലായിരിക്കും, ചിലപ്പോൾ ഫ്ലൈറ്റിലായിരിക്കും, ചിലപ്പോൾ ബൈ റോഡായിരിക്കും, എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ടേഷന്റെ റെസ്പോൺസിബിലിറ്റി സപ്ലയർ ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ യു എയിലുള്ള ബിസിനസ് ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് എക്സ്പോർട്ട്. ഓക്കെ, സോ ഡയറക്റ്റ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഞാൻ പറഞ്ഞു എക്സ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, യു എയിൽ നിന്ന് ഒരു സാധനം പുറത്തുള്ള ഏതോ ഒരു രാജ്യത്തേക്ക് കയറ്റിയേക്കുക, എനി കൺട്രിയിലേക്ക് എന്ത് ചെയ്യുക, കയറ്റിയേക്കുക. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, എക്സ്പോർട്ട് എന്ന് പറയാം. ആ എക്സ്പോർട്ട് യു എ വാറ്റിൽ 2 ടൈപ്പ് ഉണ്ട്. യു എയിൽ വാറ്റിൽ 2 ടൈപ്പ് ഓഫ് എക്സ്പോർട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ഡയറക്റ്റ് എക്സ്പോർട്ടും മറ്റേത് ഇൻഡയറക്റ്റ് എക്സ്പോർട്ടും. ഡയറക്റ്റ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എയിലുള്ള ബിസിനസ്, അതായത് യു എയിലുള്ള ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലയർ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് യു എയിലായിരിക്കും എന്ത്, സപ്ലയർ ആയിട്ടുള്ള ആള്. റെസിപ്പിയന്റ് പുറത്തെ രാജ്യത്ത് എവിടെയുള്ള ആളാണ് റെസിപ്പിയന്റ്. സപ്ലയർ യു എയിൽ നിന്ന് ഈ സാധനം റെസിപ്പിയന്റിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന സമയമുണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടല്ലോ, ആ ഒരു ട്രാൻസ്പോർട്ടേഷന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഡയറക്റ്റ് എക്സ്പോർട്ട്. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യു എയിലുള്ള ബിസിനസ്, അതായത് സപ്ലയർ ആയിരിക്കും എന്ത്, ഈ ട്രാൻസ്പോർട്ടേഷന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് ഉദ്ദേശിച്ചത് എന്താ, ഈ സാധനം അവിടെ എത്തുന്ന വരെയുള്ള ചുമതല നമ്മുടെ യു എയിലുള്ള കമ്പനിക്കാണ്. അതായത് സാധനം പോകുന്നതും അതിന്റെ ട്രാവലും അതിന്റെ കാര്യങ്ങളൊക്കെ ഉള്ള ചുമതല യു എയിലുള്ള കമ്പനിക്കാണ് എന്ത്, ഡയറക്റ്റ് എക്സ്പോർട്ട് വരുന്ന സമയത്ത്. അപ്പൊ ഡയറക്റ്റ് എക്സ്പോർട്ട് വരുന്ന സമയത്ത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എക്സ്പോർട്ടിനൊക്കെ യു എയിലെ വാറ്റ് റേറ്റ് 0% ആണ്. യു എയിൽ വാറ്റ് റേറ്റ് എക്സ്പോർട്ടിന് 0% ആണ്. അത് നമ്മൾ ഇന്നലെ ടൈപ്സ് ഓഫ് 0%ഉം എക്സംപ്റ്റഡ് ഒക്കെ നമ്മൾ ഇന്നലെ പഠിച്ച സമയത്ത് ലാസ്റ്റ് പോയിന്റ് ആയിട്ട് ഞാൻ പറഞ്ഞു, എക്സ്പോർട്ടിന്റെ വാറ്റ് റേറ്റ് എത്രയാണ്, 0% ആണ്. അപ്പൊ യു എയിൽ നിന്ന് എന്തൊരു സാധനം എക്സ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിന്റെ വാറ്റ് റേറ്റ് 0% ആണ്. അത് ആദ്യം മനസ്സിലാക്കുക. എന്ത് സാധനമാണെന്നുണ്ടെങ്കിലും 0% ആണ്. ഗുഡ്സ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, യു എന്റെ പുറത്തേക്ക് കയറ്റി അയക്കുകയാണ്, അതായത് യു എയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാറ്റിന്റെ റേറ്റ് 0% ആണ്. 0% ആണ് എന്ത് വരിക, വാറ്റ് റേറ്റ് വരിക. അപ്പൊ ഡയറക്റ്റ് എക്സ്പോർട്ടിലും ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിലും 0% കിട്ടണം എന്നുണ്ടെങ്കിൽ, 0% ടാക്സ് റേറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, 0% കിട്ടുള്ളൂ. ടാക്സ് റേറ്റ് 0% കിട്ടണമെങ്കിൽ, എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് 0% കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കണ്ടീഷൻസ് പാലിക്കണം. അപ്പൊ ആദ്യം ഡയറക്റ്റ് എക്സ്പോർട്ടിലുള്ള കണ്ടീഷൻസ് നോക്കാം. നമുക്ക് ഡയറക്റ്റ് എക്സ്പോർട്ടിലുള്ള കണ്ടീഷൻസ് 2 കണ്ടീഷൻ പാലിച്ചാൽ ഡയറക്റ്റ് എക്സ്പോർട്ടിൽ എന്തായി, 0% അല്ലെങ്കിൽ 0 റേറ്റഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ആദ്യത്തെ കണ്ടീഷൻ, ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് ഉണ്ടല്ലോ, ആ എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് ഒന്നെങ്കിൽ യു എന്റെ പുറത്ത് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കസ്റ്റംസിന്റെ കയ്യിലെങ്കിലും 90 ഡേയ്സിന്റെ ഉള്ളിൽ എത്തണം. മനസ്സിലായോ? അത് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ എന്ത് ചെയ്യാണ്, ഉദാഹരണത്തിന് വേണ്ടിയിട്ടാണ് ഈ പേജ് എടുത്തത്. ഓക്കെ, ഞാൻ യു എയിൽ നിന്ന് ചപ്പൽ എക്സ്പോർട്ട് ചെയ്യാണ്, ചെരുപ്പ് എക്സ്പോർട്ട് ചെയ്യാണ്. യു എയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യാണ്, ഇന്ത്യയിലേക്ക് നമ്മൾ ചെരുപ്പ് കയറ്റി അയക്കുകയാണ്. യു എയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ചെരുപ്പ് കയറ്റി അയക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, യു എയിൽ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് 0% ആണ് ടാക്സ് റേറ്റ്. ഇപ്പൊ പൊതുവെ എല്ലാവരും എന്താ ആഗ്രഹിക്കുക, 0% ടാക്സ് റേറ്റ് വരാനാണ് ആഗ്രഹിക്കുക, കാരണം ടാക്സ് കൊടുക്കണ്ടല്ലോ. അപ്പൊ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ 2 കണ്ടീഷൻസ് നമ്മൾ പാലിക്കണം. ഏതില്, ഡയറക്റ്റ് എക്സ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ. ഇപ്പൊ ഡയറക്റ്റ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, യു എയിലുള്ള നമ്മുടെ കമ്പനിയാണെന്ത് ഈ ഒരു ഐറ്റം ഇന്ത്യയിൽ എത്തുന്നതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പൊ ഡയറക്റ്റ് എക്സ്പോർട്ട് ആണ് നമ്മൾ നടത്തുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഡയറക്റ്റ് എക്സ്പോർട്ടിൽ നമുക്ക് 0% കിട്ടണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഒന്നെങ്കിൽ എന്ത് ചെയ്യണം, യു എന്റെ പുറത്ത്, അതായത് യു എന്റെ ബോർഡർ കടന്നിട്ട് സാധനം എത്തണം, അല്ലെങ്കിൽ യു എയിലുള്ള കസ്റ്റംസിന്റെ അണ്ടറിൽ. ഓക്കെ, യു എയിൽ ഒരു കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ആ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലെങ്കിലും എന്ത് എത്തണം, നമ്മുടെ ഈ ചപ്പൽ എത്തണം. എത്ര ദിവസത്തിനുള്ളിൽ, വിത്തിൻ 90 ഡേയ്സ് ഓഫ് ഇൻവോയ്സ്. നമ്മൾ എക്സ്പോർട്ട് ഇൻവോയ്സ് അടിച്ചു കഴിഞ്ഞാൽ ഗുഡ്സിന്റെ പൊസഷൻ ആണ് പറയുന്നത്. ഗുഡ്സ് എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ കസ്റ്റംസിന്റെ കയ്യിലെങ്കിലും എത്തണം, അറ്റ്ലീസ്റ്റ് കസ്റ്റംസിന്റെ. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ ചെരുപ്പ് ഇന്നത്തെ ദിവസമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ചെരുപ്പ് എക്സ്പോർട്ട് ചെയ്യുന്നത്, എൻ്റെ ഇൻവോയ്സ് അടിച്ച്
ഇന്ന് നമ്മൾ 17/12/2025 നമ്മൾ എന്ത് ചെയ്തു, എക്സ്പോർട്ടിന്റെ ഇൻവോയ്സ് അടിച്ചു. 0% വെച്ചിട്ട് ഞാൻ എക്സ്പോർട്ടിന്റെ ഇൻവോയ്സ് അടിച്ചു. ഇനി 90 ദിവസം, ഇനി വരാൻ പോകുന്ന 90 ദിവസത്തിനുള്ളിൽ ഒന്നെങ്കിൽ ഈ ചെരുപ്പ് എന്ത് ചെയ്യണം, നമ്മൾ ഈ ഷോപ്പിൽ നമ്മുടെ കയ്യിലുള്ള ഈ ചെരുപ്പ് ഒന്നെങ്കിൽ എന്ത് ചെയ്യണം, യുഎന്റെ പുറത്ത് കടക്കണം, അതായത് യുഎന്റെ ബോർഡർ കടന്ന് വേറെ ഏത് രാജ്യത്തേക്കാണോ എക്സ്പോർട്ട് ചെയ്യുന്ന ആ രാജ്യത്തേക്ക് എത്തണം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യണം, കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലെങ്കിലും എത്തണം. അതായത് ചിലപ്പോൾ നമ്മൾ ചെരുപ്പ് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 17/12 നമ്മൾ ബില്ലടിച്ച ചെരുപ്പ് ചിലപ്പോൾ 18-ാം തീയതി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, കസ്റ്റംസിൽ എത്തിച്ചിട്ടുണ്ടാവും. കസ്റ്റംസ് ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ മൂലമോ അല്ലെങ്കിൽ ചിലപ്പോൾ കസ്റ്റംസിൽ അത് കൃത്യമായിട്ട് പോകാൻ പറ്റാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാരണമൊക്കെ ചിലപ്പോൾ എന്തുണ്ടാവും, കസ്റ്റംസിന്റെ കയ്യിൽ കുടുങ്ങി കിടക്കുന്നുണ്ടാവും ചെരുപ്പ്. അത് നമ്മൾ അറിയേണ്ട വിഷയമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ ബാധിക്കുന്ന വിഷയമല്ല. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഷോപ്പിൽ നിന്ന് ഈ ചെരുപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, നീക്കം ചെയ്തിട്ടുണ്ട്. അപ്പൊ അറ്റ്ലീസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ കസ്റ്റംസിന്റെ കയ്യിലോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, കസ്റ്റംസ് കഴിഞ്ഞിട്ട് ഈ ഷോപ്പ് എന്ത് ചെയ്യണം, ഈ രാജ്യം അതായത് ഗവൺമെന്റ് യുഎന്റെ ബോർഡർ കടന്നിട്ട് ഉണ്ടാവണം. അതായത് പൊസഷൻ, അതായത് ഈ ഗുഡ്സിന്റെ പൊസഷൻ ഇൻവോയ്സ് നമ്മൾ അടിച്ച ദിവസം തൊട്ട് 90 ദിവസത്തെ ഗ്യാപ്പ് നമുക്കുണ്ട്. 90 ഡേയ്സിനുള്ളിൽ സാധനം എന്ത് ചെയ്യണം, യുഎന്റെ പുറത്തെത്തണം. ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, 0% ടാക്സ് റേറ്റ് നമുക്ക് കിട്ടാനുള്ള ഫസ്റ്റ് കണ്ടീഷനാണ്. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ, ഒഫീഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ എവിഡൻസ് ഓഫ് എക്സ്പോർട്ട് ഓർ കസ്റ്റം സസ്പെൻഷൻ ഈസ് റീറ്റൈൻഡ് ബൈ ദ എക്സ്പോർട്ടർ. അതായത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് എവിഡൻസുകൾ വേണം. അതിൽ 2 ടൈപ്പ് ഓഫ് എവിഡൻസ് പറയുന്നുണ്ട്, ഒഫീഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ എവിഡൻസ്. നമുക്ക് ജസ്റ്റ് നോക്കാം. കൊമേഴ്ഷ്യൽ എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒഫീഷ്യൽ എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്തുള്ള നമ്മുടെ ബില്ലും കാര്യങ്ങളൊക്കെയാണ്. കൊമേഴ്ഷ്യൽ എവിഡൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പം നമ്മൾ കസ്റ്റംസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, എക്സ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റംസിന്റെ കയ്യിൽ ഒരു എക്സ്പോർട്ടിന്റെ ഡോക്യുമെന്റേഷൻ ഉണ്ടാവും. ഇനി നിങ്ങൾ എയർവേ ത്രൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എയർവേ ബില്ല് ഉണ്ടാവും. ഷിപ്പ് ത്രൂ ആണെന്നുണ്ടെങ്കിൽ ബിൽ ഓഫ് ലേഡിംഗ് എന്നാ പറയാം. ഷിപ്പിൽ നമ്മൾ അയക്കുന്നതിന് ബിൽ ഓഫ് ലേഡിംഗ് എന്നാ പറയാം, ഷിപ്പിന്റെ ബില്ലിന്. അതുപോലെ നമ്മുടെ കൊമേഴ്ഷ്യൽ ഇൻവോയ്സ് ഉണ്ടാവും, നമ്മൾ 0 റേറ്റ് കാണിച്ചിട്ടുള്ള നമ്മുടെ ഇൻവോയ്സ്, കമ്പനിന്റെ ഇൻവോയ്സ്. ഇനിയിപ്പോൾ ഇൻവോയ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ കൺസൈൻമെന്റ് നോട്ടെങ്കിലും ഉണ്ടാവും. ഓക്കെ, അതുപോലെ ബാങ്ക് പ്രൂഫ് നമുക്ക് വെക്കുന്നത് നല്ലതാണ്, നിർബന്ധമില്ല ബാങ്ക് പ്രൂഫ്. അതായത് ഈ എക്സ്പോർട്ട് ചെയ്തതിന്റെ എമൗണ്ട് നമുക്ക് ബാങ്കിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ പ്രൂഫ്. ഇത്രയും ഡോക്യുമെന്റ്സിനെ നമ്മൾ വിളിക്കുന്നവരാണ് കൊമേഴ്ഷ്യൽ എവിഡൻസ് ഓഫ് എക്സ്പോർട്ട്. അതായത് ഒരാളെ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ എക്സ്പോർട്ട് ചെയ്തു, നമ്മൾ യുഎയിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്തു എന്ന് നമ്മൾ FTA-ക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ നിർബന്ധമായിട്ടും വേണ്ട എവിഡൻസുകളാണിത്. ഒന്നെന്താണ്, നമ്മുടെ കയ്യിൽ കസ്റ്റംസിന്റെ ഡോക്യുമെന്റ്സ് വേണം. പിന്നെ നമ്മൾ എയർവേ ത്രൂ ആണെന്നുണ്ടെങ്കിൽ ആ ഫ്ലൈറ്റിന്റെ ബില്ല് വേണം. അല്ല ഇനി ഷിപ്പ് ത്രൂ ആണെന്നുണ്ടെങ്കിൽ ബിൽ ഓഫ് ലേഡിംഗ് എന്നാ പറയാം, ഷിപ്പിംഗ് ബില്ലിന്, അത് വേണം. പിന്നെ നമ്മുടെ കൊമേഴ്ഷ്യൽ ഇൻവോയ്സ് വേണം, നമ്മൾ കമ്പനിയിൽ അക്കൗണ്ട്സിൽ അടിക്കുന്ന ഇൻവോയ്സ് വേണം. പിന്നെ നമ്മൾ ബാങ്ക് പ്രൂഫും നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റണം. അതായത് ഈ ഒരു എക്സ്പോർട്ട് ചെയ്തതിന്റെ പേയ്മെന്റ് നമുക്ക് കളക്ട് ചെയ്തതിന്റെ ബാങ്ക് പ്രൂഫും നമുക്ക് കിട്ടണം. അപ്പൊ ഇത്രയും സാധനങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഈ 2 കണ്ടീഷൻസ് പാലിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഒരാൾ ഡയറക്റ്റ് എക്സ്പോർട്ട് ആണ് നടത്തുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് കിട്ടും, 0 റേറ്റഡ് ടാക്സ് റേറ്റ് കിട്ടും. അപ്പൊ ഞാനൊരു കൺഫ്യൂഷൻ, ഒരു ക്വസ്റ്റ്യൻ പറയാം. അതായത് നമ്മൾ എന്ത് ചെയ്തു, ഒരു പ്രൊഡക്റ്റ് യുഎയിൽ നിന്ന് കയറ്റി അയച്ചു. ഓക്കെ, യുഎയിൽ നിന്ന് ഇന്ത്യയിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഒരു പ്രൊഡക്റ്റ് കയറ്റി അയച്ചു. അപ്പോൾ നമ്മൾ ഇൻവോയ്സ് അടിച്ചു. ആ ഇൻവോയ്സിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ നേരത്തെ പറഞ്ഞ എല്ലാ ഡോക്യുമെന്റ്സും നമ്മുടെ കയ്യിലുണ്ട്. 5 ടൈപ്പ് ഓഫ് ഡോക്യുമെന്റ്സ് ഉണ്ട്. നമ്മൾ 0%-ലാണ് ടാക്സ് അടിച്ചത്. അങ്ങനെ നമ്മൾ അയച്ചതിന് ശേഷം നമ്മൾ പറഞ്ഞ എന്താ, 90 ദിവസത്തിനുള്ളിൽ, അറ്റ്ലീസ്റ്റ് 90 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, ഈ സാധനം യുഎന്റെ പുറത്ത് കിടക്കണം, അല്ലെങ്കിൽ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലെങ്കിലും എത്തണം എന്നാണ് നമ്മളെ കണ്ടീഷൻ. ഇനി ഒരാൾ എന്ത് ചെയ്തു, 90 ദിവസത്തിനുള്ളിൽ ഈ സാധനം എന്ത് ചെയ്യില്ല, എത്തിയില്ല. 95 ദിവസമായിട്ടും ഈ സാധനം യുഎയിൽ തന്നെ നിൽക്കുകയാണ്, കസ്റ്റംസിന്റെ അണ്ടറിലല്ല, നമ്മുടെ ഷോപ്പിൽ തന്നെ നിൽക്കുകയാണ്. അതായത് നമ്മൾ ഈ ബില്ല് അടിച്ചിട്ടുണ്ട്, എക്സ്പോർട്ടിന്റെ ബില്ല് അടിച്ചിട്ടുണ്ട്. ഇന്നത്തെ ദിവസം 17/12 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പോർട്ട് ഇൻവോയ്സ് അല്ലെങ്കിൽ എക്സ്പോർട്ട് ബില്ല് അടിച്ചിട്ടുണ്ട്. അത് പ്രകാരം നമ്മൾ 0 റേറ്റ് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഗുഡ്സ് പോയിട്ടില്ല, ഗുഡ്സ് സ്റ്റിൽ നമ്മുടെ ഷോപ്പിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്തില്ല, പുറത്തേക്ക് എത്തിച്ചിട്ടില്ല ഗുഡ്സ് എന്നുണ്ടെങ്കിൽ എന്താ നമുക്ക് സംഭവിക്കുക, ഒന്നും സംഭവിക്കാനില്ല. നമ്മൾ എന്ത് ചെയ്യും, ഈ 0 റേറ്റിന് പകരം അവിടെ 5% ടാക്സ് അടക്കേണ്ടി വരും. നമ്മൾ ഇൻവോയ്സ് അടിച്ചോളൂ, കുഴപ്പമില്ല, ഇൻവോയ്സ് അടിച്ചോളൂ, സാധനം പോയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നമുക്ക് 0% എന്ന് പറയുന്ന ടാക്സ് റേറ്റ് കിട്ടില്ല. പകരം നമ്മൾ ആ പ്രൊഡക്റ്റുമേ ആ ഇൻവോയ്സ് നമ്മൾ അടുത്ത് വരാൻ പോകുന്ന VAT റിട്ടേണിൽ അതിന്റെ പകരം മാറ്റിയിട്ട്, അതായത് ആ VAT റിട്ടേണിൽ എഡിറ്റ് നടത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 5% ടാക്സ് റേറ്റ് ആക്കി മാറ്റണം. അതായത് ആ സാധനത്തിന് നമുക്ക് 0% എലിജിബിൾ ആവില്ല. അല്ലെങ്കിൽ പിന്നെയുള്ള ഓപ്ഷൻ എന്താ, ഈ ഇൻവോയ്സ് ക്യാൻസൽ ചെയ്യണം. അതായത് എക്സ്പോർട്ട് ഇൻവോയ്സ് ക്യാൻസൽ ചെയ്തിട്ട് റിവേഴ്സ് ചെയ്യണം. കാരണം ഗുഡ്സ് ഇപ്പോഴും പോയിട്ടില്ല, 90 ദിവസമായിട്ടും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അപ്പം 90th ഡേന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, ഗുഡ്സ്
പുറത്തേക്ക് കിടക്കണം. 90th ഡേന്റെ ഉള്ളിൽ ഗുഡ്സ് പുറത്തേക്ക് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 89th ഡേയിലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഇൻവോയ്സ് റിവേഴ്സ് ചെയ്യെങ്കിലും വേണം. റിവേഴ്സ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, വാറ്റ് റിട്ടേണിലും അതേപോലെ റിവേഴ്സ് ചെയ്യണം. കാരണം വാറ്റ് റിട്ടേണിൽ നമ്മൾ എന്ത് കാണിക്കാനുണ്ട്, നമ്മൾ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതേപോലെ കാണിക്കാനുണ്ട്, നിങ്ങളുടെ 0% ഏതൊക്കെ ഉണ്ട്, എക്സ്പോർട്ട് ചെയ്തത് ഏതൊക്കെ ഉണ്ട് എന്നുള്ള വാറ്റ് റിട്ടേണിൽ കാണിക്കാനുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ 0% ഏതെങ്കിലും ടാക്സ് റിട്ടേൺ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്ത സമയത്ത് എക്സ്പോർട്ട് കാണിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യണം, റിവേഴ്സ് ചെയ്യണം. അതായത് 90 days ആണ് നമ്മളെ എഗ്രിമെന്റ് പ്രകാരം, അല്ലെങ്കിൽ FTA റൂൾ പ്രകാരം 90 days ആണ് നോക്കേണ്ടത്. അപ്പൊ ഇൻവോയ്സ് അടിച്ച് 90 ദിവസത്തിനുള്ളിൽ ഗുഡ്സ് UAE പുറത്തെത്തണം, അത് നിർബന്ധമാണ്. ഓക്കെ, അപ്പൊ അത് ഡയറക്റ്റ് എക്സ്പോർട്ടിന്റെ കേസ്. ഇനി ഇൻഡയറക്റ്റ് എക്സ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ, അപ്പൊ ഡയറക്റ്റ് എക്സ്പോർട്ട് എന്താന്നുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞു. ഡയറക്റ്റ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഈ കയറ്റി അയക്കുന്ന ആള്, അതായത് സപ്ലയർ, അതായത് UAE കമ്പനി ഇതിന്റെ ട്രാൻസ്പോർട്ടേഷന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് എക്സ്പോർട്ട്. ഇനി ഇൻഡയറക്റ്റ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ വേറെ രീതി. ഇൻഡയറക്റ്റ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഓവർസീസിലുള്ള കസ്റ്റമർ ആരാണോ അയാളായിരിക്കും എന്ത്, ഈ പറഞ്ഞ ഗുഡ്സിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് UAE ഒരു കമ്പനി ഉണ്ട്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, ഇന്ത്യയിലുള്ള ഒരാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു പെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പെൻ എക്സ്പോർട്ട് ചെയ്യാണ്. ഈ പെന്ന് UAE നിന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിന്റെ ചുമതല നമ്മൾ ഏറ്റെടുക്കുന്നില്ല. അതായത് UAE കമ്പനി ആയിട്ടുള്ള നമ്മൾ ഏറ്റെടുക്കുന്നില്ല. പകരം അത് ഇന്ത്യയിലുള്ള നമ്മുടെ കസ്റ്റമർ അല്ലെങ്കിൽ നമ്മുടെ റെസിപ്പിയന്റ് എന്ത് ചെയ്യാണ്, ഈ ചുമതല ഏറ്റെടുക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നമ്മുടെ ഷോപ്പിന്റെ പുറത്ത് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഷോപ്പിൽ തന്നെ വെച്ചിട്ടുണ്ടാവും ചിലപ്പോൾ പെന്ന്. ഇന്ത്യയിലുള്ള ഈ കസ്റ്റമറിന്റെ ഏജന്റോ അല്ലെങ്കിൽ അയാളുടെ ആരെങ്കിലും വന്നിട്ട് എന്ത് ചെയ്യും, ഇവിടുന്ന് സാധനം പിക്ക് ചെയ്തിട്ട്, അല്ലെങ്കിൽ അയാളുടെ കാർഗോ, അയാൾ ഏൽപ്പിച്ച കാർഗോ ആണോ, അവർ പിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, അവർ തന്നെ സ്വമേധ കൊണ്ടുപോകും. നമ്മൾ എന്ത് ചെയ്യണ്ട, ഈ ട്രാൻസ്പോർട്ടേഷന്റെ ചുമതല ഒന്നും ഏറ്റെടുക്കണ്ട. അതായത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന നമ്മൾ UAE കമ്പനി, നമ്മൾ നേരത്തെ അങ്ങനെയല്ലായിരുന്നു. നേരത്തെ എന്ത് ചെയ്തിരുന്നു, നമ്മൾ തന്നെയാണ് ഇവിടുന്ന് ആ സാധനം പുറത്ത് രാജ്യത്ത് എത്തുന്നവരെയുള്ള ട്രാൻസ്പോർട്ടേഷന്റെ ചുമതല ഏറ്റെടുത്തിരുന്നത്. അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞത്. ഇൻഡയറക്റ്റ് എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന്റെ ചുമതല ഏറ്റെടുക്കൂല. നമ്മൾ ഈ സാധനം അങ്ങോട്ട് എത്തുന്നതിന്റെ ചുമതല ഏറ്റെടുക്കൂല. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുള്ളൂ, എക്സ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ എക്സ്പോർട്ടിന്റെ ബില്ലടിക്കും, സാധനം എന്ത് ചെയ്യും, നമ്മുടെ ഷോപ്പിൽ ഇങ്ങനെ റെഡിയാക്കി വെക്കും. ഇന്ത്യയിലുള്ള കസ്റ്റമർ ആള് വന്നിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ഷോപ്പിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് ഇന്ത്യയിലേക്ക് അയാൾ സ്വമേധ അയാളുടെ റെസ്പോൺസിബിലിറ്റിയിൽ സാധനം എത്തിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഇൻഡയറക്റ്റ് എക്സ്പോർട്ട് എന്ന് പറയാം. ഓക്കെ, അപ്പൊ രണ്ട് ടൈപ്പ് എക്സ്പോർട്ട് ഉണ്ട്, ഡയറക്റ്റ് എക്സ്പോർട്ട് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പോർട്ട്. ഇൻഡയറക്റ്റ് എക്സ്പോർട്ട് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് കിട്ടും, വാറ്റ് റേറ്റ് 0% കിട്ടും. പക്ഷെ നിങ്ങൾ അവിടെ 4 കണ്ടീഷൻസ് പാലിക്കണം. ഓക്കെ, ഡയറക്റ്റ് എക്സ്പോർട്ട് ആയിരുന്ന സമയത്ത് 2 കണ്ടീഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ 4 കണ്ടീഷൻസ് പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, 0% കിട്ടുള്ളൂ. അപ്പൊ 4 കണ്ടീഷനിൽ ആദ്യത്തെ കണ്ടീഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കണ്ടീഷൻ തന്നെ. ഏത്, 90 ഡേയ്സിന്റെ സെയിം കണ്ടീഷൻ, ഇതേ കണ്ടീഷൻ. അതായത് ഗുഡ്സ് നിർബന്ധമായിട്ടും 90 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, UAE പുറത്ത് എത്തണം. അത് സെയിം, അത് ഡയറക്റ്റ് ആണെന്നുണ്ടെങ്കിലും ഇൻഡയറക്റ്റ് ആണെന്നുണ്ടെങ്കിലും സെയിം തന്നെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, ഓവർസീസ് കസ്റ്റമർ ഒബ്റ്റെയിൻസ് ഒഫീഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ എവിഡൻസ് ഓഫ് എക്സ്പോർട്ട്. അപ്പോൾ നേരത്തെ ഡയറക്റ്റ് എക്സ്പോർട്ട് ആയിരുന്ന സമയത്ത് എക്സ്പോർട്ടർ ആരാണോ അയാളുടെ കയ്യിലായിരുന്നു എന്ത് വേണ്ടിയിരുന്നത്, ഒഫീഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ എവിഡൻസ് വേണ്ടിയിരുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ എവിഡൻസുകളൊക്കെ. പക്ഷെ ഇൻഡയറക്റ്റ് എക്സ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ മാത്രം പോരാ, ആരാണോ ഈ ഓവർസീസ് കസ്റ്റമർ, അതായത് ഇന്ത്യയിലെ കസ്റ്റമർ ആരാണോ, റെസിപ്പിയന്റ് ആരാണോ, അയാളുടെ കയ്യിലും എന്ത് വേണം, ഒഫീഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ എവിഡൻസ് അയാളുടെ കയ്യിലും വേണം. അതായത് എക്സ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ കയ്യിൽ മാത്രം പോരാ, റെസിപ്പിയന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിലും എന്ത് വേണം, ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് വേണം. ആൻഡ് മൂന്നാമത്തെ കണ്ടീഷൻ, ഗുഡ്സ് ആർ നോട്ട് ആൾട്ടേർഡ് ഇൻ ദ 90 days. അതായത് ഈ 90 ദിവസത്തിനുള്ളിൽ ഗുഡ്സിന് ഒരു ആൾട്രേഷൻ വരാൻ പാടില്ല. എന്തങ്ങനെ പറഞ്ഞതിന്റെ ഉദ്ദേശം, ഇപ്പൊ നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിലെ വ്യത്യാസം എന്താ, നമ്മൾ പറഞ്ഞു UAE നമ്മുടെ ഷോപ്പിൽ നമ്മൾ എന്ത് ചെയ്യാണ്, പെന്ന് വെച്ചു, ഇന്ത്യയിലാർക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യയിലുള്ള നമ്മുടെ കസ്റ്റമറുടെ ഏജന്റ് UAE വന്നിട്ട് എന്ത് ചെയ്തു, ഈ സാധനം പിക്ക് ചെയ്തു, പെന്ന് പിക്ക് ചെയ്തു. എന്നിട്ട് ഇയാൾ ഇത് എന്ത് ചെയ്യണം, ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യണം അല്ലെ. ഇയാൾ നമ്മുടെ ഷോപ്പിൽ നിന്ന് ഈ സാധനം എടുത്തിട്ട് ഇയാൾ നേരെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു, UAE തന്നെയുള്ള ഇയാളുടെ ഒരു ഷോപ്പിലേക്ക് കൊണ്ടുപോയി. ഓക്കെ, വേറൊരു ഷോപ്പിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ഈ പെന്നിന് കുറച്ച് മാറ്റമൊക്കെ വരുത്തി. ഇവർ ഈ പെന്നിന്റെ ഡിസൈൻ ഒക്കെ മാറ്റി, പെന്നിന്റെ ആൾട്രേഷൻ ഒക്കെ വരുത്തിയിട്ട് എന്ത് ചെയ്യുന്നു, അവിടുന്നാണ് പിന്നെ ഇത് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടൂല, 0% കിട്ടൂല.
അതായത് എങ്ങനെയാണോ നമ്മൾ ആ സാധനത്തിന് ആളുടെ കയ്യിൽ കൊടുക്കുന്നത് അതേപോലെ എന്ത് ചെയ്യണം, ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യണം. അൾട്രേഷൻ പാടില്ല. അൾട്രേഷൻ നടത്തി കഴിഞ്ഞാൽ, ഗുഡ്സ് അൾട്രേഷൻ നടത്തി കഴിഞ്ഞാൽ, ആ 90 ദിവസത്തിനുള്ളിൽ ഗുഡ്സ് അൾട്രേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടൂല, 0% ടാക്സ് റേറ്റ് കിട്ടൂല. ഇനി അടുത്തത്, ഗുഡ്സ് ഡു നോട്ട് ലീവ് UAE ഇൻ ദ പൊസഷൻ ഓഫ് എ പാസഞ്ചർ ഓഫ് എ എയർക്രാഫ്റ്റ് ഓർ വെസൽ. അതായത് അപ്പൊ ചിലർ വിചാരിച്ചിട്ടുണ്ടാവും റെസിപ്പിയന്റിന്റെ കയ്യിലാണ് ചുമതല, അതായത് വാങ്ങുന്ന ആളാരാണോ അയാളുടെ കയ്യിൽ ചുമതല ഏൽപ്പിക്കുമ്പോഴാണ് നമ്മൾ അതിനെ ഇൻഡയറക്റ്റ് എക്സ്പോർട്ട് എന്ന് പറയാം. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്തു, ഇപ്പൊ നമ്മൾ ഇന്ത്യയിലുള്ള ഒരു ബിസിനസ് ആണ്, നമ്മൾ UAE യിലുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് സാധനം എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു കാര്യം പറഞ്ഞു, എന്ത്, നമ്മുടെ ഒരു ഫ്രണ്ട് UAE യിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നുണ്ട്, UAE യിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ആളുടെ കയ്യിൽ എക്സ്പോർട്ട് ചെയ്യാണ്, UAE യിലുള്ള കമ്പനി എന്ത് ചെയ്യാണ്, എക്സ്പോർട്ട് ചെയ്യാണ്, ഇന്ത്യയിലുള്ള കമ്പനി ഇമ്പോർട്ട് ചെയ്യാണ്, അല്ലെ? ഒരാൾ അവിടുന്ന് കയറ്റി വെക്കുമ്പോൾ വേറൊരാൾ ഇവിടെ ഇറക്കുമതി ചെയ്യുക, അങ്ങനെയല്ലേ വരിക? ഒരാൾ എക്സ്പോർട്ട് ചെയ്യുന്നു, ഒരാൾ ഇമ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഇന്ത്യയിലുള്ള, നമ്മൾ പറഞ്ഞു എന്ത്, UAE യിലുള്ള എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ആ സുഹൃത്ത് നാട്ടിലേക്ക് വരുന്നുണ്ട്, അവൻ നോർമലി വരുന്ന പോലെ വരികയാണ്, അല്ലാതെ എന്തല്ല ബിസിനസ് ആവശ്യത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ഏജന്റോ ഒന്നുമല്ല. അവൻ എന്ത് ചെയ്യുന്നുണ്ട്, അവൻ അവിടെ UAE യിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, നാട്ടിലേക്ക് ലീവിന് വരുന്നുണ്ട്. ലീവിന് വരുമ്പോൾ അവന്റെ കൂടെ എന്ത് ചെയ്താൽ മതി, അയാളുടെ കൂടെ ക്യാരി ബാഗിൽ എന്ത് ചെയ്താൽ മതി, ഈ പറഞ്ഞ സാധനം കൊടുത്തു വിട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആ UAE യിലുള്ള നമ്മുടെ കമ്പനി എന്ത് ചെയ്തു, ഇന്ത്യയിലുള്ള ആളുടെ സുഹൃത്തിന്റെ കൂടെ കൊടുത്തു. ഇന്ത്യയിലുള്ള ആളുടെ സുഹൃത്ത് അയാൾ ഫ്ലൈറ്റിൽ വരുന്ന സമയത്ത് അയാളുടെ ക്യാരി ബാഗിൽ വെച്ചിട്ട് എന്ത് ചെയ്തു, ഈ സാധനം കൊടുത്തിട്ട് ഇന്ത്യയിലുള്ള ഷോപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇത് എക്സ്പോർട്ട് ആയിട്ട് പരിഗണിക്കൂല. അത് എക്സ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് മുഖാന്തരം വരാൻ പാടുള്ളൂ, അല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, ഏതെങ്കിലും ഒരു പാസഞ്ചറിന്റെ കയ്യിൽ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ എക്സ്പോർട്ട് ആയിട്ട് പരിഗണിക്കൂല. ഓക്കെ, സോ എക്സ്പോർട്ട് ആവണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രൊസീജിയർ നടക്കില്ല. അതുകൊണ്ട് ഇവിടെയും 0% കിട്ടൂല. സോ ഇതാണ് എന്ത്, 4 കണ്ടീഷൻസ്. അപ്പൊ നമ്മൾ പഠിച്ചെന്താ, എക്സ്പോർട്ട് ആണ് പഠിച്ചത്. ഞാൻ പറഞ്ഞു എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ പൊതുവെ 0% ആണ് ടാക്സ് റേറ്റ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആണ് നമ്മൾ പറഞ്ഞത്, അല്ലെ? ഗുഡ്സിന്റെ എക്സ്പോർട്ട് ആണ്. എക്സ്പോർട്ടിന് എല്ലാത്തിനും ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 0% ആണ്. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിൽ ഉറപ്പിക്കേണ്ടത്. പിന്നെ പറയേണ്ടത് എന്താ, 2 ടൈപ്പ് ഓഫ് എക്സ്പോർട്ട് ഉണ്ട്, ഡയറക്റ്റും ഉണ്ട്, ഇൻഡയറക്റ്റും ഉണ്ട്. ഓക്കെ, ഡയറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽക്കുന്ന ആള് അല്ലെങ്കിൽ സപ്ലയർ ആരാണോ അയാളാണ് ഈ പ്രൊഡക്റ്റ് ട്രാൻസ്പോർട്ടേഷന്റെ ചുമതല ഏറ്റെടുക്കുക. UAE യിൽ നിന്ന് വിൽക്കുന്ന നമ്മുടെ ബിസിനസ് ഏതാണോ ആ ബിസിനസ് ആണ് ഈ പ്രൊഡക്റ്റ് UAE യിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിന്റെ ചുമതല ഏറ്റെടുക്കുക എന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഡയറക്റ്റ് എക്സ്പോർട്ട്. ഡയറക്റ്റ് എക്സ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 0% ടാക്സ് റേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ 2 കണ്ടീഷൻസ് ഉണ്ട്. 2 കണ്ടീഷൻസിൽ ഒന്നാമത്തെ കണ്ടീഷൻ 90 ഡേയ്സിന്റെ കണ്ടീഷൻ. 90 ഡേയ്സ് പറഞ്ഞാൽ പ്രൊഡക്റ്റ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, 90 ദിവസത്തിനുള്ളിൽ UAE ബോർഡർ കടന്നിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ നിങ്ങളുടെ കയ്യിൽ ഡോക്യുമെന്റ്സ് വേണം എന്നുള്ളത്. 2 കണ്ടീഷൻ. ഇനി രണ്ടാമത്തെ ഒരു ടൈപ്പ് ഓഫ് എക്സ്പോർട്ട് എന്താ, ഇൻഡയറക്റ്റ് എക്സ്പോർട്ട് ആണ്. ഇൻഡയറക്റ്റ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ആരാണോ UAE യിൽ നിന്ന് ഈ സാധനം വാങ്ങുന്ന റെസിപ്പിയന്റ്, അതായത് ഇന്ത്യയിലുള്ള നമ്മുടെ കസ്റ്റമർ, അയാൾ ഈ പ്രൊഡക്റ്റ് UAE യിൽ നിന്ന് കൊണ്ടുപോകുന്നതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡയറക്റ്റ് എക്സ്പോർട്ട്. ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിൽ 0% കിട്ടണമെന്നുണ്ടെങ്കിൽ 4 കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ആദ്യത്തെ കണ്ടീഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 90 ഡേയ്സിന്റെ കണ്ടീഷനാണ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ, പാസഞ്ചറുടെ കയ്യിൽ ഈ പ്രൊഡക്റ്റ് കൊടുത്തയക്കാൻ പറ്റില്ല എന്നുള്ള കണ്ടീഷനാണ്. മൂന്നാമത്തെ കണ്ടീഷൻ എന്താ, ഡോക്യുമെന്റ്സ് 2 പേരുടെ കയ്യിലും വേണം, അതായത് എക്സ്പോർട്ടറുടെ കയ്യിലും വേണം, റെസിപ്പിയന്റിന്റെ കയ്യിലും ഡോക്യുമെന്റ്സ് വേണം. ആൻഡ് നാലാമത്തെ കണ്ടീഷൻ, ഈ 90 ഡേയ്സിനുള്ളിൽ ഈ പ്രൊഡക്റ്റിന് എന്ത് സംഭവിക്കാൻ പാടില്ല, ഒരു അൾട്രേഷനും വരാൻ പാടില്ല. അപ്പൊ ഈ 4 കണ്ടീഷൻ പാലിച്ചു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് എക്സ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ 0% കിട്ടും. 2 കണ്ടീഷൻ പാലിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ 0% കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം തോന്നും, എങ്ങനെ ഞാൻ ഒരു സാധനം ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് എക്സ്പോർട്ട് ആണോ എന്നുള്ളത് തിരിച്ചറിയാം? സിമ്പിൾ ആണ്. ഡയറക്റ്റ് എക്സ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബില്ലിന്റെ കൂടെ എന്ത് കൂടി ഉണ്ടാവും, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഉണ്ടാവും, അല്ലെ? കാരണം നമ്മളാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്, നമ്മളാണ് ഈ എക്സ്പോർട്ടേഷന്റെ ചുമതല ഏറ്റെടുക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യും, കസ്റ്റമറെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും കൂടി വാങ്ങും. കാരണം നമ്മളല്ലേ ഈ സാധനം ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമ്മൾ ബെയർ ചെയ്യുക എന്നൊരു എഗ്രിമെന്റ് വല്ലതും ഉണ്ടെങ്കിൽ അത് ഉണ്ടാവില്ല. അല്ലെങ്കിൽ എന്തുണ്ടാവും, ഡയറക്റ്റ് എക്സ്പോർട്ടിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ടാവും, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഉണ്ടാവും. ഇൻഡയറക്റ്റ് എക്സ്പോർട്ട് ആണെന്നുണ്ടെങ്കിലോ പൊതുവേ നമ്മുടെ കയ്യിലായിരിക്കില്ല ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, പകരം കസ്റ്റമർ സ്വന്തമായിട്ട് എന്ത് ചെയ്യായിരിക്കും, ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ബെയർ ചെയ്യായിരിക്കും. അപ്പൊ എന്തായിരിക്കും അതിന്റെ സിറ്റുവേഷൻ, ഇൻഡയറക്റ്റ് എക്സ്പോർട്ട് ആയിരിക്കും. അപ്പൊ ഇൻഡയറക്റ്റ് ആവുമ്പോഴും ഡയറക്റ്റ് ആവുമ്പോഴും 0% കിട്ടാനാണ് എപ്പോഴും നോക്കുക. 0% കിട്ടിക്കഴിഞ്ഞാൽ എക്സ്പോർട്ടിൽ പൊതുവേ 0% ആണ്. അപ്പൊ 0%-ൽ എത്തിക്കാൻ നോക്കുക. 0%-ൽ എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻസ് പാലിക്കുക. സോ അതാണ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സിൽ വരുന്ന കേസ്. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആണ്.
ഇനി ഞാൻ നേരത്തെ പറഞ്ഞു 90 ദിവസത്തിനുള്ളിൽ ഒരു പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, 5% ടാക്സ് അടിച്ചാൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ആ എക്സ്പോർട്ട് ബില്ല് റിവേഴ്സ് ചെയ്യാം. എക്സ്പോർട്ട് ബില്ല് റിവേഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ 5% എന്ത് ചെയ്യുക, ടാക്സ് അടിച്ചിട്ട് ചെയ്യാം. സോ അതാണ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ്. ഇനി നമ്മൾ അറിയേണ്ടതാ എക്സ്പോർട്ട് ഓഫ് സർവീസ്. ഗുഡ്സ് എങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു. സർവീസിന്റെ എക്സ്പോർട്ടിലേക്ക് വരുന്ന സമയത്ത്, സർവീസിന്റെ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് 0% കിട്ടാൻ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. കുറച്ച് കണ്ടീഷൻസ് പാലിക്കണം. പാലിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റും ഇൻഡയറക്റ്റും ഒന്നുമില്ല. കാരണം എന്താ, സർവീസ് ആവുന്ന സമയത്ത് നമ്മൾ ഒരാളുടെ കയ്യിൽ ഗുഡ്സ് കൊടുത്തേക്കൊന്നുമില്ലല്ലോ. സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ എന്തായിരിക്കും, ഇന്റർനെറ്റ് മുഖാന്തരമോ അല്ലെങ്കിൽ ഒരു വ്യക്തി പോയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, സർവീസ് എന്ത് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുക. പൊതുവെ ഇന്റർനെറ്റ് മുഖാന്തരമായിരിക്കും എക്സ്പോർട്ട് ചെയ്യുക, അല്ലേ? ഇപ്പോൾ നമ്മൾ UAE നിന്ന് ഇന്ത്യയിലുള്ള ഒരു കസ്റ്റമർക്ക് എന്ത് ചെയ്യുക, നമ്മൾ എക്സ്പോർട്ട് ചെയ്യുക പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഉദാഹരണത്തിന് ആർക്കിടെക്ചറൽ സർവീസ്, UAE നല്ലൊരു ഫേമസ് ആർക്കിടെക്ചർ ഫേം ഉണ്ട്, അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിലുള്ള ഒരു വീടിന് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ സർവീസ് കൊടുക്കുന്നുണ്ട് പറഞ്ഞാൽ അതെന്തായിരിക്കും, ഇന്റർനെറ്റ് മുഖാന്തരമായിരിക്കും. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരാൾ വന്ന് ട്രാൻസ്പോർട്ടേഷൻ അങ്ങനത്തെ കോസ്റ്റ് ഒന്നുമില്ല. അപ്പൊ അവിടെ എന്ത് വരില്ല, ഡയറക്റ്റും ഇൻഡയറക്റ്റും ഒന്നും വരില്ല. അവിടെ കുറച്ച് കണ്ടീഷൻസ് പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, UAE കമ്പനി ആണെന്നുണ്ടെങ്കിൽ എക്സ്പോർട്ടിനൊക്കെ, എക്സ്പോർട്ട് ഓഫ് സർവീസിനൊക്കെ നിങ്ങൾക്ക് എന്ത് കിട്ടും, 0% 0% ടാക്സ് റേറ്റ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി 2 കണ്ടീഷൻസ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ്പോർട്ട് ചെയ്യുന്ന ആള് അല്ലെങ്കിൽ എക്സ്പോർട്ട് ഓഫ് റെസിപ്പിയന്റ്, നമ്മൾ ഈ സർവീസ് റിസീവ് ചെയ്യുന്ന ആൾക്ക് പ്ലേസ് ഓഫ് റെസിഡൻസ് UAE ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തത് ഔട്ട്സൈഡ് UAE അറ്റ് ദ ടൈം ഓഫ് പെർഫോംഡ്, ഈ ഒരു സർവീസ് പെർഫോം ചെയ്യുന്ന സമയത്ത് UAE പുറത്തായിരിക്കണം എന്നുള്ളതാണ്. ഒരു ഉദാഹരണത്തിന് ഞാൻ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു അക്കൗണ്ടിങ് സർവീസ് UAE ഒരു കമ്പനി, അക്കൗണ്ടിങ് സർവീസ് UAE കമ്പനി എന്ത് ചെയ്യണേ, ഇന്ത്യയിലുള്ള ഒരു കമ്പനിക്ക് അക്കൗണ്ടിങ് സർവീസ് കൊടുക്കുകയാണ്. ഓക്കെ, ഇന്ത്യയിലുള്ള കമ്പനിക്ക് അക്കൗണ്ടിങ് സർവീസ് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് 0% ടാക്സ് റേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ 2 കണ്ടീഷൻസ് പാലിക്കണം. അതിൽ ആദ്യത്തെ കണ്ടീഷൻ, ഇന്ത്യയിലുള്ള ഈ ഒരു ഫേം ഉണ്ടല്ലോ, ഇന്ത്യയിലുള്ള ഫേമിന് UAE എന്ത് പാടില്ല, പ്ലേസ് ഓഫ് റെസിഡൻസ് പാടില്ല. അതായത് UAE പ്ലേസ് ഓഫ് റെസിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്, അവിടെ സ്വാഭാവികമായിട്ടും UAE ഈ കമ്പനിക്ക് അടിക്കുന്നതിന് പകരം ഇത് ഇന്ത്യയിലുള്ള കമ്പനിയിലേക്ക് എക്സ്പോർട്ട് ആക്കി കാണിച്ചിട്ട് ആൾക്കാർ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, ടാക്സ് ഒഴിവാക്കാൻ സാധ്യതയുണ്ട്, അല്ലേ? UAE തന്നെയുള്ള കമ്പനിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 5% ആണ് ടാക്സ് റേറ്റ് വരിക. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ എന്ത് ചെയ്യും, 0% ആക്കി കാണിക്കാൻ വേണ്ടിയിട്ട് എക്സ്പോർട്ട് പോലെ കാണിക്കും. അപ്പോൾ പ്ലേസ് ഓഫ് റെസിഡൻസ് UAE ഉണ്ടാവാൻ പാടില്ല ഈ കമ്പനിക്ക്. അപ്പോൾ ബ്രാഞ്ച് പാടോ, ബ്രാഞ്ച് പറ്റും, അല്ലെങ്കിൽ ഇതിന്റെ സെപ്പറേറ്റ് എൻറ്റിറ്റി പറ്റും. ഇപ്പോൾ UAE ഒരു ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് UAE കമ്പനി, ഇപ്പോൾ ഇന്ത്യയിലുള്ള ഒരു കമ്പനി, ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ എക്സ് അക്കൗണ്ടിങ് സർവീസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിക്ക് UAE അവരുടെ ഒരു വേറെ രജിസ്ട്രേഷൻ ഉണ്ട്, എക്സ് അക്കൗണ്ടിങ് സർവീസ് UAE. ഇത് പറ്റുമോ? ഇത് പറ്റും, കുഴപ്പമില്ല. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ എക്സ് അക്കൗണ്ടിങ് സർവീസ് എന്ന് പറഞ്ഞ ഇന്ത്യയിലുള്ള ഒരു കമ്പനിന്റെ തന്നെ അതേ സെയിം കമ്പനി ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല, പ്ലേസ് ഓഫ് റെസിഡൻസ് ആയിട്ട് ഏതെങ്കിലും ഒരു പ്ലേസ് ഓഫ് റെസിഡൻസ് പാടില്ല. അത് വേറെ രജിസ്ട്രേഷനിലൊക്കെ വേറെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യത്തെ സിറ്റുവേഷൻ. രണ്ടാമത്തത് ഔട്ട്സൈഡ് UAE അറ്റ് ദ ടൈം ഓഫ് UAE പെർഫോംഡ് എന്നാണ്. ഇത് ഇൻഡിവിജ്വൽസിന്റെ കേസിലാണ് വരിക. ഒരു ഉദാഹരണത്തിന് ഞാൻ ഒരാൾക്ക് UAE ഒരു ഫേം എന്ത് ചെയ്യുന്നുണ്ട്, ഒരാൾക്ക് ഹെയർ സർവീസ് കൊടുക്കുന്നുണ്ട്, ഹെയർ ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ ഹെയർ കട്ടിങ് അല്ലെങ്കിൽ ഹെയർ കട്ടിങ് സർവീസ് കൊടുക്കുന്നുണ്ട് വിചാരിക്കാം. ഹെയർ കട്ടിങ് സർവീസ് ഉദാഹരണമാണ്. ഹെയർ കട്ടിങ് സർവീസ് ഞാൻ UAE ഒരു ഫേം എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിലുള്ള ഒരു ആൾക്ക് കൊടുക്കുന്നുണ്ട്, ഇന്ത്യയിലുള്ള ഒരു വ്യക്തിക്ക് കൊടുക്കുന്നുണ്ട്, ഇൻഡിവിജ്വൽ. അപ്പോൾ ഇത് എക്സ്പോർട്ട് ആവണമെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി എന്തായിരിക്കണം, UAE പുറത്തായിരിക്കണം, ഇന്ത്യയിലായിരിക്കണം സർവീസ് പെർഫോം ചെയ്യുന്ന സമയത്ത്, അല്ലെ? പകരം ഈ വ്യക്തി UAE ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരുന്നില്ല, എക്സ്പോർട്ട് വരുന്നില്ലല്ലോ. അപ്പൊ എക്സ്പോർട്ട് ആവണമെന്നുണ്ടെങ്കിൽ സർവീസ് പെർഫോം ചെയ്യുന്ന സമയത്ത് ഈ വ്യക്തി എന്തായിരിക്കണം, UAE പുറത്തായിരിക്കണം. അപ്പൊ ഈ 2 കണ്ടീഷൻസ് പാലിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് കിട്ടും, നേരത്തെ പറഞ്ഞ പോലെ 0% ടാക്സ് റേറ്റ് സർവീസ് കിട്ടും. ഇനി വേറൊരു സിറ്റുവേഷൻ വരുന്നത് റിയൽ എസ്റ്റേറ്റിന്റെ കേസിലാണ്. അപ്പൊ റിയൽ എസ്റ്റേറ്റിന്റെ കേസ് നമുക്കൊന്ന് സെപ്പറേറ്റ് തന്നെ നോക്കാം. റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ഓക്കെ, റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി ഒരു ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ പറഞ്ഞ സർവീസുകളാണ്, സർവീസ് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്താണ്. എന്നാൽ റിയൽ എസ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് വ്യത്യാസമുണ്ട്. റിയൽ എസ്റ്റേറ്റ് ആകുമ്പോഴുള്ള വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ, റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട സർവീസ് ആണ് നമ്മൾ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, ആ പ്രോപ്പർട്ടി എവിടെ സിറ്റുവേറ്റ് ചെയ്തിരുന്നോ അതിനനുസരിച്ച് അതിന്റെ ടാക്സ് റേറ്റ് മാറും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്
നമുക്ക് യു എയിൽ ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി സർവീസ് കൊടുക്കുന്ന ഒരു കമ്പനി ഉണ്ട്. ഓക്കെ, നമുക്ക് യു എയിൽ ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനിക്ക് റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി സർവീസുകളാണ്. ചിലപ്പോൾ റിയൽ എസ്റ്റേറ്റിന്റെ ബ്രോക്കറേജ് ആവാം, ചിലപ്പോൾ ആ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് സർവീസ് നടത്തുന്നതാവാം, അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി മാനേജ്മെന്റ് സർവീസ് ആവും. ഇപ്പോൾ യു എയിൽ പ്രോപ്പർട്ടി മാനേജ്മെന്റ് സർവീസുകളുണ്ട്. അതായത് ആ പ്രോപ്പർട്ടി എന്ത് ചെയ്യുക, ആ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുക. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കമ്പനിയാണ്. ഓക്കെ, നമ്മുടെ കസ്റ്റമർ ഉള്ളത് യു കെയിലാണ്. യു കെയിലാണ് നമ്മുടെ കസ്റ്റമർ. യു കെയിലുള്ള ഒരു കസ്റ്റമർക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ പറഞ്ഞ റിയൽ എസ്റ്റേറ്റിന്റെ പ്രോപ്പർട്ടി മാനേജ്മെന്റ് സർവീസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു കെയിലുള്ള കസ്റ്റമറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും എന്ത് വിചാരിക്കും, യു എയിൽ നിന്ന് യു കെയിലുള്ള കസ്റ്റമർക്ക് പ്രോപ്പർട്ടി മാനേജ്മെന്റ് സർവീസ് കൊടുക്കുന്നു, അപ്പോൾ 0% ആയിരിക്കും ടാക്സ് റേറ്റ് വരിക എന്ന് എല്ലാവരും വിചാരിക്കും. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ മാനേജ്മെന്റ് സർവീസ് കൊടുക്കുന്ന പ്രോപ്പർട്ടി എവിടെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിനനുസരിച്ച് ടാക്സ് റേറ്റ് മാറും. അപ്പം നമ്മൾ ഈ പറഞ്ഞ സിറ്റുവേഷനിൽ ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത് ഇന്ത്യയിലാണ്. ഓക്കെ, ഇന്ത്യയിലുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഇന്ത്യയിലാണ് ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി, ഇന്ത്യയിലുള്ള ഒരു ഫ്ലാറ്റ് ആണ്. അപ്പൊ എങ്ങനെയാണ് ഇന്ത്യയിലുള്ളൊരു ഫ്ലാറ്റ് അതിന്റെ ഓണർഷിപ്പ് യു കെയിലുള്ള ഒരാൾക്കാണ്. ഓക്കെ, നമ്മൾ യു എയിലുള്ള കമ്പനിയാണ്. നമ്മൾ എന്ത് ചെയ്യാണ്, യു എയിലുള്ള നമ്മൾ ഈ മാനേജ്മെന്റ്, ഈ പ്രോപ്പർട്ടിന്റെ ഈ ഫ്ലാറ്റിന്റെ മാനേജ്മെന്റ് ആണ് നമ്മൾ യു എയിലുള്ള നമ്മൾ നടത്തി കൊടുക്കുന്നത്. ഇത് എക്സ്പോർട്ട് ആണ്. ഇതിന് ടാക്സ് റേറ്റ് 0% ആണ് വരിക. കാരണം എന്താ, പ്രോപ്പർട്ടി സിറ്റുവേറ്റ് ചെയ്യുന്നത് യു എന്റെ പുറത്താണ്. എന്നാൽ നേരെ മറിച്ച് വേറൊരു സിറ്റുവേഷനിൽ ഉദാഹരണം, വേറൊരു സിറ്റുവേഷൻ നോക്കാം. നമുക്ക് യു എയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യു എയിൽ നമുക്കൊരു കമ്പനി ഉണ്ട്. പ്രോപ്പർട്ടി മാനേജ്മെന്റ് ആണ് നമ്മുടെ കമ്പനി. റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി. ഓക്കെ, റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിന്റെ മാനേജ്മെന്റ് ആണ്. റിയൽ എസ്റ്റേറ്റ് എവിടെ ഉണ്ടോ അതിന്റെ പ്രോപ്പർട്ടി എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുന്ന കമ്പനിയാണ് നമ്മുടേത്. നമുക്ക് കസ്റ്റമർ യു കെയിലുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ കസ്റ്റമർ എന്തുണ്ട്, യു കെയിലുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് യു എയിൽ നിന്ന് നമ്മൾ യു കെയിലുള്ള കസ്റ്റമർക്ക് സർവീസ് കൊടുക്കുന്നു, എക്സ്പോർട്ട് ഓഫ് സർവീസ് ആണ്, 0% ആണ് നമ്മൾ വിചാരിക്കും. പക്ഷേ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി സിറ്റുവേറ്റ് ചെയ്യുന്നത് യു എന്റെ അകത്താണ്. അതായത് യു എന്റെ ഉള്ളിലുള്ള ഒരു ബിൽഡിംഗ് ആണ്, യു എയിൽ തന്നെ ഉള്ള ഒരു ബിൽഡിംഗ് ആണ്. പക്ഷേ ഈ ബിൽഡിങ്ങിന്റെ ഓണർഷിപ്പ് ആർക്കാ, യു കെയിലുള്ള ഒരു പാർട്ടിക്കാണ് ഈ ബിൽഡിങ്ങിന്റെ ഓണർഷിപ്പ്. അപ്പൊ നമ്മൾ ബില്ല് അടിച്ചു കൊടുക്കുക ആർക്കാണ്, യു കെയിലുള്ള ആൾക്കാണ് നമ്മൾ ബില്ല് അടിച്ചു കൊടുക്കുക. പക്ഷേ പ്രോപ്പർട്ടി സിറ്റുവേറ്റ് ചെയ്യുന്നത്, അതായത് ഈ ബിൽഡിംഗ് സിറ്റുവേറ്റ് ചെയ്യുന്നതോ അത് വിത്തിൻ യു എ ആണ്, യു എന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടൂല, 0% കിട്ടൂല. അവിടെ നമ്മൾ 5% ടാക്സ് അടക്കണം. അപ്പൊ റിയൽ എസ്റ്റേറ്റ് ആവുന്ന സമയത്ത് റിയൽ എസ്റ്റേറ്റ് സർവീസുമായി ബന്ധപ്പെട്ട് ടാക്സ് റേറ്റ് എക്സ്പോർട്ടിൽ 0% കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി എവിടെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നു അതിനനുസരിച്ച് ടാക്സ് റേറ്റ് മാറും. ഓക്കെ, ഇനി ഒരു ഉദാഹരണം കൂടി നോക്കാം. എഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ദുബായിൽ ഒരു കമ്പനി ഉണ്ട്. ഓക്കെ, ദുബായിൽ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനി ഉണ്ട്, റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറേജ് കമ്പനി ഉണ്ട്. റിയൽ എസ്റ്റേറ്റിന്റെ ബ്രോക്കറേജ് നടത്തുന്ന ഒരു കമ്പനി ദുബായിലുണ്ട്. ഓക്കെ, നമുക്കൊരു കസ്റ്റമർ ഇന്ത്യയിലെ ഒരു കസ്റ്റമർ ഉണ്ട്. അപ്പൊ നമ്മൾ ദുബായിൽ നിന്ന് നമ്മുടെ കമ്പനിയിൽ നിന്ന് ഇന്ത്യയിലുള്ള കമ്പനിക്ക് നമ്മൾ എന്ത് ചെയ്യും, ബില്ല് ചെയ്യും. അപ്പൊ ടാക്സ് റേറ്റ് 0% ആയിരിക്കും എന്ന് നമ്മൾ വിചാരിച്ച് അങ്ങനെ ബില്ല് ചെയ്യാൻ തുടങ്ങി. പക്ഷേ നമ്മൾ ഈ ബ്രോക്കറേജ് സർവീസ് ഒക്കെ നടത്തുന്നത് ദുബായിലുള്ള നമ്മൾ നടത്തി കൊടുക്കുന്നത് ഇന്ത്യയിലുള്ള ഈ കമ്പനിയുടെ അബുദാബിയിലുള്ള ഒരു ബിൽഡിങ്ങിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ബിൽഡിംഗ് സിറ്റുവേറ്റ് ചെയ്യുന്നത് അബുദാബിയിലാണ്, നമ്മുടെ കമ്പനി നിൽക്കുന്നത് ദുബായിലാണ്, കസ്റ്റമർ ഉള്ളത് ഇന്ത്യയിലാണ്. ഓക്കെ, സിറ്റുവേഷൻ മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ബില്ലടിക്കുക ദുബായിൽ നിന്ന് ഇന്ത്യയിലേക്കായിരിക്കും. പക്ഷെ പ്രോപ്പർട്ടി നിൽക്കുന്നത് അബുദാബിയിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 0% കിട്ടില്ല, പകരം 5% ടാക്സ് റേറ്റ് വരും. ഓക്കെ, ഇനി ഇതേ കസ്റ്റമർക്ക് തന്നെ ഡൽഹിയിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. നമ്മൾ ദുബായിലാണ്, നമ്മുടെ കസ്റ്റമർ ഇന്ത്യയിൽ ലൊക്കേഷൻ നമുക്ക് തീരുമാനിക്കാം, കേരള. ഓക്കെ, കസ്റ്റമർ ഇന്ത്യയിൽ ലൊക്കേഷൻ കേരളയാണ്, പക്ഷെ അയാൾക്ക് എന്തുണ്ട്, ഡൽഹിയിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കസ്റ്റമർക്ക് ബില്ലടിക്കുക ഇവിടുന്ന ദുബായിൽ നിന്ന് കേരളത്തിലേക്കാണ് ബില്ലടിക്കുക. പക്ഷെ ഏത് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ബില്ല, ഡൽഹിയിലുള്ള പ്രോപ്പർട്ടിന്റെ സർവീസുമായി ബന്ധപ്പെട്ട ബില്ലാണെന്നുണ്ടെങ്കിൽ അതിന് 0% ആയിരിക്കും ടാക്സ് റേറ്റ് വരിക. അപ്പൊ ഒരേ കസ്റ്റമർക്ക് തന്നെ നമുക്ക് 0% വരുന്നുണ്ട്, എന്നാൽ അതേ സ്ഥാനത്ത് 5% വരുന്നുണ്ട്. രണ്ടും ആക്ച്വലി എന്താണ്, എക്സ്പോർട്ട് ഓഫ് സർവീസ് തന്നെയാണ് അല്ലേ? കാരണം യു എയിലുള്ള ഒരു സപ്ലയർ എന്ത് ചെയ്യാണ്, ഇന്ത്യയിലുള്ള ഒരു കസ്റ്റമർക്ക് സർവീസ് കൊടുക്കുകയാണ്. അപ്പൊ അത് എക്സ്പോർട്ട് ഓഫ് സർവീസ് തന്നെയാണ്. പക്ഷേ അവിടുത്തെ ടാക്സ് റേറ്റ് 0%ഉം 5%ഉം മാറി വരുന്നതിന്റെ വ്യത്യാസം, ആ പ്രശ്നം എവിടെ നിൽക്കുന്നത്, ഈ പ്രോപ്പർട്ടി എവിടെ സിറ്റുവേറ്റ് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും. അപ്പൊ പ്രോപ്പർട്ടി എവിടെയാണ്, റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ
എക്സ്പോർട്ട് ഓഫ് സർവീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി എവിടെ സിറ്റുവേറ്റ് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ അതാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൂടെ നമ്മളിപ്പോൾ പറഞ്ഞതന്നെ ഒന്നും കൂടി ആ എക്സാമ്പിൾ ഒന്നും കൂടി നോക്കാം. അതായത് യു കെയിലുള്ള ഒരു ഇൻവെസ്റ്റർ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, യു എയിലുള്ള ഒരു പ്രോപ്പർട്ടി മാനേജ്മെന്റ് ഫേമിനെ ഹയർ ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാ? ഓവർസീ ആൻ അപ്പാർട്ട്മെന്റ് ഇൻ ദുബായ്. ഓക്കെ, ദുബായിലുള്ള അയാളുടെ ഒരു പ്രോപ്പർട്ടി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹയർ ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ വാറ്റ് റേറ്റ് എത്ര വരിക? 5% വരിക, അല്ലാതെ എന്തല്ല 0% അല്ല. ഈവൻ ദോ കസ്റ്റമർ ഈസ് ബേസ്ഡ് ഓൺ അബ്രോഡ്. കസ്റ്റമർ അബ്രോഡിലാണ്, കാരണം യു കെയിലുള്ള ഇൻവെസ്റ്റർ ആണ്. ഓക്കെ, യു കെയിലുള്ള ഇൻവെസ്റ്റർ യു എയിലുള്ള അല്ലെങ്കിൽ ദുബായിലുള്ളൊരു ടീമിനെ ഹയർ ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? ദുബായിൽ തന്നെ ഉള്ളൊരു പ്രോപ്പർട്ടി നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രോപ്പർട്ടി ദുബായിലാണ്, കസ്റ്റമർ യു കെയിലാണ്. ദുബായിൽ നിന്നുള്ള നമ്മുടെ കമ്പനി ബില്ല് ചെയ്യുക യു കെയിലേക്കായിരിക്കും. പക്ഷെ പ്രോപ്പർട്ടി ദുബായിലായതുകൊണ്ട് ആ ബില്ലിൽ 0% ടാക്സ് കിട്ടൂല, പകരം 5% ആണ് ടാക്സ് വരിക. ഓക്കെ, സോ അതാണ് റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എക്സ്പോർട്ട് ആവുന്ന സമയത്ത്. ഓക്കെ, അതെന്ത് ചെയ്യാം, ഈ എക്സ്പോർട്ട് ഓഫ് സർവീസിൽ വേറെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ 2 ടൈപ്പ് ഓഫ് എക്സ്പോർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. എക്സ്പോർട്ട് ഓഫ് ഗുഡ്സും നമ്മൾ പറഞ്ഞു, എക്സ്പോർട്ട് ഓഫ് സർവീസും പറഞ്ഞു. ഗുഡ്സ് 0% കിട്ടുന്നത് എപ്പോഴാണ് നമ്മൾ പറഞ്ഞു. അതിന് 2 ടൈപ്പ് ഓഫ് എക്സ്പോർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡയറക്റ്റ് എക്സ്പോർട്ടിൽ 2 കണ്ടീഷൻ പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട കണ്ടീഷൻ 90 ദിവസത്തിന്റെ കണ്ടീഷനാണ്. 90 ഡേയ്സിനുള്ളിൽ ഗുഡ്സ് പോകണം എന്നുള്ളതാണ് കണ്ടീഷൻ. പിന്നെ ഇൻഡയറക്റ്റ് എക്സ്പോർട്ട് പറഞ്ഞു. ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിൽ 4 കണ്ടീഷൻ നമ്മൾ പറഞ്ഞു അല്ലെ. അതിൽ 90 ദിവസത്തിന്റെ കണ്ടീഷൻ ഉണ്ട്, എവിഡൻസിന്റെ കണ്ടീഷൻ ഉണ്ട്, അതുപോലെ ആൾട്രേഷൻ നടത്താൻ പാടില്ല എന്നുള്ള കണ്ടീഷൻ ഉണ്ട്, അതുപോലെ ആൾക്കാരുടെ കയ്യിൽ അല്ലെങ്കിൽ പാസഞ്ചേഴ്സിന്റെ കയ്യിൽ ഗുഡ്സ് കൊടുത്തയക്കാൻ പാടില്ല എന്നുള്ള കണ്ടീഷൻ ഉണ്ട്. അതാണ് ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിൽ 0% കിട്ടേണ്ട കണ്ടീഷൻ. അതിനുശേഷം നമ്മൾ എന്തിലേക്ക് പോയി? എക്സ്പോർട്ട് ഓഫ് സർവീസ് പോയി. എക്സ്പോർട്ട് ഓഫ് സർവീസ് ആകുമ്പോൾ ഞാൻ പറഞ്ഞു, പൊതുവെ എക്സ്പോർട്ട് ഓഫ് സർവീസിനൊക്കെ 0% കിട്ടും. ചെറിയ 2 കണ്ടീഷൻസ് ആണ്. ഒന്ന്, റെസിപ്പിയന്റിന് എന്ത് പാടില്ല? യു എയിൽ ഒരു പ്ലേസ് ഓഫ് റെസിഡൻസ് പാടില്ല. അതുപോലെ ഇൻഡിവിജ്വൽ എക്സ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ ആ റെസിപ്റ്റ് അല്ലെങ്കിൽ ആ എക്സ്പോർട്ട് നടത്തുന്ന സമയത്ത് ആൾ യു എയിൽ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, യു എയിൽ ഔട്ട്സൈഡ് യു എൻ്റെ പുറത്തായിരിക്കണം ഈ സർവീസ് പെർഫോം ചെയ്യുന്ന സമയത്ത്. ഈ 2 കണ്ടീഷൻസും പാലിച്ചു കഴിഞ്ഞാൽ എക്സ്പോർട്ട് ഓഫ് സർവീസിനൊക്കെ 0% ടാക്സ് റേറ്റ് കിട്ടും. പിന്നെ അതിലൊരു സ്പെഷ്യൽ കേസ് ഉള്ളത് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടാണ്. റിയൽ എസ്റ്റേറ്റ് സെക്ടറുമായി ബന്ധപ്പെട്ടാണ് എക്സ്പോർട്ട് ഓഫ് സർവീസിൽ ഒരു സ്പെഷ്യൽ കേസ് ഉള്ളത്. അതിൽ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ അത് റിയൽ എസ്റ്റേറ്റിന്റെ സെയിൽ മാത്രമല്ല കേട്ടോ, റിയൽ എസ്റ്റേറ്റിന്റെ സെയിൽ മാത്രമല്ല, റിയൽ എസ്റ്റേറ്റ് റിലേറ്റഡ് ഇംപ്രൂവ്മെന്റ്, അതായത് ആ റിയൽ എസ്റ്റേറ്റും എന്തെങ്കിലും ഒരു റിപ്പയർ മെയിൻ്റെനൻസ് ഒക്കെ നടത്തുകയാണെങ്കിൽ അതും. ഓക്കെ, അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടത് ആ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിന്റെ ലൊക്കേഷനാണ് നമ്മൾ നോക്കേണ്ടത്. റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി യു എൻ്റെ ഉള്ളിൽ ലൊക്കേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ടാക്സ് റേറ്റ് 5%, ലൊക്കേഷൻ യു എൻ്റെ പുറത്താണെന്നുണ്ടെങ്കിൽ ടാക്സ് റേറ്റ് 0% ആയും മാറും. ഓക്കെ, സോ അതാണ് എക്സ്പോർട്ട് ഓഫ് സർവീസുമായി ബന്ധപ്പെട്ട് നമുക്ക് വീണ്ടും പറയാം. ഇനി 1 സെക്കൻഡ്. ഓക്കെ, ഇനി സർവീസിൽ 2 സർവീസ് കൂടി നമുക്ക് ഈ റിയൽ എസ്റ്റേറ്റ് പറഞ്ഞ പോലെ തന്നെ 2 സർവീസും കൂടി ഉണ്ട് ഇതേപോലെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിലൊന്നാണ് സർവീസസ് കൺസ്യൂംഡ് ഇൻ യു എ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എക്സ്പോർട്ട് ചെയ്യാണ്, സർവീസ് എക്സ്പോർട്ട് ചെയ്യാണ്, പക്ഷെ ആ സർവീസ് കൺസ്യൂം ചെയ്യുന്നത് യു എയിൽ വെച്ചിട്ടാണ്. ഒരു ഉദാഹരണത്തിന് നമുക്ക് യു എയിൽ ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി നമുക്ക് യു എയിലുണ്ട്. ഓക്കെ, ഇവന്റ് മാനേജ്മെന്റ് കമ്പനി യു എയിലുണ്ട്. നമ്മുടെ അത് ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ്. നമുക്ക് ഇന്ത്യയിൽ ഒരു കസ്റ്റമർ വന്നു. ഇന്ത്യയിൽ കേരളത്തിൽ നിന്നൊരു കസ്റ്റമർ വന്നു. അപ്പൊ അവര് യു എയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കല്യാണം നടത്തുന്നുണ്ട്. യു എയിൽ വെച്ചിട്ട് ഒരു മാരേജ് നടത്തുന്നുണ്ട്. ഓക്കെ, ഇന്ത്യയിലുള്ള കസ്റ്റമർ ആണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ ചിന്തിക്കുക? നമ്മൾ യു എയിലുള്ള കമ്പനിയാണ്, കസ്റ്റമർ ഇന്ത്യയിലാണ്. അപ്പൊ സർവീസ് എന്ത് ചെയ്യാണ്? എക്സ്പോർട്ട് ചെയ്യാണ്. സർവീസ് ആണ് ഇവിടെ, കാരണം ഇവന്റ് മാനേജ്മെന്റ് അല്ലേ. അപ്പൊ എക്സ്പോർട്ട് ഓഫ് സർവീസ് ആണ്. അപ്പൊ ടാക്സ് റേറ്റ് 0% ആണ് വരിക എന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ അവിടെ അതല്ല വരിക. അതിന്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സർവീസ് കൺസ്യൂം ചെയ്യുന്നത് യു എൻ്റെ അകത്ത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ ടാക്സ് റേറ്റ് 5% ആണ് വരിക. ഏതുപോലെ നമ്മൾ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി യു എൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ ടാക്സ് റേറ്റ് മാറും എന്ന് പറഞ്ഞ പോലെ തന്നെ സർവീസ് യു എൻ്റെ അകത്താണ് കൺസ്യൂം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ടാക്സ് റേറ്റ് 0 കിട്ടൂല, 5% കിട്ടുള്ളൂ. അപ്പോൾ
കസ്റ്റമർ ഇന്ത്യയിലാണ്, കേരളത്തിലുള്ള കസ്റ്റമറാണ്, പക്ഷെ അവരുടെ കല്യാണം നടക്കുന്നത് എവിടെ വെച്ചിട്ടാ? UAE ഉള്ളിൽ വെച്ചിട്ടാണ്. UAE ഉള്ളിൽ വെച്ചിട്ട് കല്യാണം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ ദോ കസ്റ്റമർ പുറത്തുള്ള ആളാണെങ്കിൽ കൂടിയും നമുക്ക് ഈ ടാക്സ് റേറ്റ് എത്രയേ വരുള്ളൂ? 5% വരാൻ പാടുള്ളൂ, 0% കിട്ടൂല, ഈവൻ അത് എക്സ്പോർട്ട് ഓഫ് സർവീസ് ആണെങ്കിൽ കൂടിയും. ഇനി വേറൊരു ഉദാഹരണം, ഈ ഇത് പറഞ്ഞ പോലെ തന്നെ അഡ്വർടൈസിങ് സർവീസ്. ഓക്കെ, അഡ്വർടൈസിങ് സർവീസ് വേറൊരു ഉദാഹരണം. അഡ്വർടൈസിങ് സർവീസിൽ എന്താ? ഇപ്പൊ നമ്മൾ UAE-ലുള്ളൊരു മാർക്കറ്റിംഗ് കമ്പനിയാണ്. നമ്മൾ UAE-ലുള്ളൊരു മാർക്കറ്റിംഗ് കമ്പനി, നമുക്ക് ഇന്ത്യയിൽ കുറെ കസ്റ്റമേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ കുറെ നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഇന്ത്യയിലുള്ള ഈ കസ്റ്റമേഴ്സിന് മാർക്കറ്റിംഗ് സർവീസ് കൊടുക്കണം. അപ്പൊ എന്താ മാർക്കറ്റിംഗ് സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടിക്ടോക്ക് ഉണ്ടല്ലോ, ടിക്ടോക്കിനകത്ത് ആഡ്സ് റൺ ചെയ്യണം. അതായത് പരസ്യം എന്ത് ചെയ്യണം? ടിക്ടോക്കിനകത്ത് കൊടുക്കണം. ടിക്ടോക്കിനകത്ത് നമ്മൾ ഇന്ത്യയിലുള്ള ഒരു കമ്പനീൻ്റെ പരസ്യം ഇങ്ങനെ കൊടുക്കണം. അപ്പോൾ ഇന്ത്യയിലുള്ള ഈ കമ്പനിക്ക് എന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, UAE-ലുള്ള കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്നാണ്, UAE-ലുള്ള കസ്റ്റമേഴ്സിലാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അതായത് UAE-ലുള്ള ആൾക്കാർക്കാണ് ഈ സാധനം വിൽക്കാൻ നോക്കുന്നത്. പക്ഷെ ഇവർക്ക് എന്തില്ല, ഇന്ത്യയിലുള്ള ഈ കസ്റ്റമർക്ക് എന്തില്ല, UAE-ൽ ബിസിനസ് ഒന്നുമില്ല. ഓക്കെ, പക്ഷെ അവർക്ക് എന്ത് ചെയ്യണം? UAE-ലുള്ള കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് പേയ്മെന്റ്, അല്ലെങ്കിൽ UAE-ലുള്ള കസ്റ്റമേഴ്സിനാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റിംഗ് കമ്പനി എന്ത് ചെയ്തു? UAE-ലുള്ള നമ്മുടെ മാർക്കറ്റിംഗ് കമ്പനി എന്ത് ചെയ്തു? UAE-ലുള്ള ടിക്ടോക്കിലൊക്കെ, അതായത് ഇന്ത്യയിലുള്ള ടിക്ടോക്കിലല്ല, UAE ടിക്ടോക്ക്, അതായത് ടിക്ടോക്ക് പോലത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരസ്യങ്ങൾ ഓരോ റീജിയൻ അനുസരിച്ച് കൊടുക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് UAE-ൽ മാത്രം പരസ്യം ചെയ്താൽ മതിയെങ്കിൽ UAE-ൽ മാത്രം പരസ്യം ചെയ്യാനുള്ള ഓപ്ഷൻ അതിനകത്തുണ്ട്. ഇന്ത്യയിൽ മാത്രം പരസ്യം ചെയ്താൽ മതിയെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾ പരസ്യം ചെയ്യേണ്ട റീജിയൻ, ആ റീജിയൻ സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പരസ്യം കൊടുക്കാൻ പറ്റും. അപ്പോൾ UAE-ലുള്ള നമ്മുടെ മാർക്കറ്റിംഗ് കമ്പനി എന്ത് ചെയ്തു? ടിക്ടോക്കിൽ, UAE-ലുള്ള ടിക്ടോക്കിലൊക്കെ പരസ്യം കൊടുത്തു. അപ്പൊ ഈ പരസ്യം കൺസ്യൂം ചെയ്യുന്നത് എവിടെയാണ്? എവിടെ വെച്ചിട്ടാണ് കൺസ്യൂം ചെയ്യുന്നത്? അല്ലെങ്കിൽ ഈ പരസ്യം കാണുന്ന എവിടെയുള്ള ആൾക്കാരാ? UAE-ലുള്ള ആൾക്കാരാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും ടാക്സ് റേറ്റ് എന്തേ വരുള്ളൂ? 5% വരുള്ളൂ, 0% കിട്ടൂല. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മാർക്കറ്റിംഗ് കമ്പനി UAE-ലാണ്, അതായത് സപ്ലയർ UAE-ലാണ്, റെസിപ്പിയന്റ് ഇന്ത്യയിലാണ്. അപ്പൊ സപ്ലയർ UAE-ലും റെസിപ്പിയന്റ് ഇന്ത്യയിലും ആണെന്നുണ്ടെങ്കിൽ സെയിൽസ് ഓഫ്, അല്ലെങ്കിൽ സപ്ലൈ ഓഫ് സർവീസ് ആണത് ആക്ച്വലി, അല്ലെങ്കിൽ എക്സ്പോർട്ട് ഓഫ് സർവീസ് ആണ്. എക്സ്പോർട്ട് ഓഫ് സർവീസിന് നമുക്ക് സാധാരണ 0% ടാക്സ് റേറ്റ് കിട്ടും, അല്ലെ? പക്ഷെ ഇവിടെ എന്ത് കിട്ടൂല? 0% കിട്ടൂല. അതെന്തുകൊണ്ടാ? ഈ സർവീസ് കൺസ്യൂം ചെയ്യുന്നത്, അതായത് ഇപ്പോൾ ഈ ടിക്ടോക്കിൽ നമ്മൾ ആഡ് കൊടുക്കുന്നത്, ആഡ് കൺസ്യൂം ചെയ്യുന്നത് UAE-ന്റെ അകത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് 0% ടാക്സ് റേറ്റ് കിട്ടൂല. പക്ഷെ അവിടെ 5% ടാക്സ് റേറ്റ് കിട്ടുള്ളൂ. അപ്പൊ അതാണ് മറ്റൊരു ഉദാഹരണം. ഇനി വേറൊരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം, ലീഗൽ റെപ്രസെന്റേഷൻ. അതായത് നമുക്ക് എന്തുണ്ട്? UAE-ൽ നമുക്കൊരു ലീഗൽ ഫേം ഉണ്ട്, നമുക്ക് UK-ലുള്ള ഒരു കസ്റ്റമറുണ്ട്. ഓക്കെ, UK-ലുള്ള ഒരു വലിയ കമ്പനിയാണ്. ഓക്കെ, നമുക്ക് UAE-ൽ ഒരു ലീഗൽ ഫേമാണ്. അപ്പോൾ UK-ലുള്ള കസ്റ്റമർ നമ്മൾ എന്ത് ചെയ്തു? നമ്മളെ ഹയർ ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ UAE-ലുള്ള നമ്മുടെ ലീഗൽ ഫേമിന്റെ സർവീസ് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്, സർവീസ് എക്സ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്ത്? സർവീസ് എക്സ്പോർട്ട് ചെയ്യല്ലേ, 0% ആയിരിക്കും, കാരണം കസ്റ്റമർ UK-ലാണ്, നമ്മൾ UAE-ലാണ്, സർവീസ് ആണ്, എക്സ്പോർട്ട് ആണ്, ടാക്സ് റേറ്റ് 0% ആണ് വരിക എന്ന് വിചാരിച്ചു. പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, UK-ലുള്ള ഈ കസ്റ്റമറുടെ കേസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഡീൽ ചെയ്യുന്ന കേസ് എന്ന് പറഞ്ഞാൽ, അത് UAE-ന്റെ അകത്ത് നടന്ന, UAE-ലുള്ള കോർട്ടിലാണ് കേസ് നടക്കുന്നത്. അത് UAE-ലുള്ള കോർട്ടിനകത്താണ് കേസ് നടക്കുന്നത്. അപ്പൊ കസ്റ്റമർ UK-ലാണ്, പക്ഷെ കേസ് നടക്കുന്നത് UAE കോർട്ടിലാണ്. നമ്മുടെ ഫേമും UAE-ന്റെ അകത്താണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 0%-ന് ബില്ല് ചെയ്യാൻ പറ്റില്ല, 5%-ലേ ബില്ല് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ കൺസംഷൻ, അപ്പൊ രണ്ട് സാധനങ്ങളായി, സ്പെഷ്യൽ കേസുകൾ രണ്ടെണ്ണമായി. ആദ്യം റിയൽ എസ്റ്റേറ്റിന്റെ സെക്ടർ നമ്മൾ പറഞ്ഞു. റിയൽ എസ്റ്റേറ്റിൽ എന്താ നോക്കേണ്ടത്? ആ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി എവിടെ സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ച് ടാക്സ് റേറ്റ് മാറും. റിയൽ എസ്റ്റേറ്റ് UAE-ന്റെ അകത്താണെന്നുണ്ടെങ്കിൽ 5%, റിയൽ എസ്റ്റേറ്റ് UAE-ന്റെ പുറത്താണെന്നുണ്ടെങ്കിൽ 0%. അതേപോലെ തന്നെ സർവീസ് കൺസ്യൂം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, സർവീസ് കൺസ്യൂം ചെയ്യുന്നത് UAE-ന്റെ അകത്താണെന്നുണ്ടെങ്കിൽ 5%, സർവീസ് കൺസ്യൂം ചെയ്യുന്നത് പുറത്താണെന്നുണ്ടെങ്കിൽ മാത്രമേ എന്താവുള്ളൂ? 0% കിട്ടുള്ളൂ. ഇതൊക്കെ ആർക്കാണ്? സപ്ലൈ ചെയ്യുന്നത് ഫോറിൻ ക്ലയന്റിനാണ്. ഓക്കെ, ഇതൊക്കെ UAE-ന്റെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു ക്ലയന്റിനാണെന്നുണ്ടെങ്കിൽ പിന്നെ ശ്രദ്ധിക്കാനൊന്നുമില്ല, അവിടെ 0% ഒന്നുമില്ല. കാരണം എന്താ? അവിടെ എക്സ്പോർട്ട് ഒന്നും ഇല്ലല്ലോ, അവിടെ എക്സ്പോർട്ട് ഓഫ് സർവീസ് ഇല്ല. അവിടെ എന്ത് കിട്ടുള്ളൂ? നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഡയറക്റ്റ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിൾസ് ആണ്. ഒന്നെന്താണ്? ഹോട്ടൽ അക്കോമഡേഷൻ അല്ലെങ്കിൽ ഇവന്റ് മാനേജ്മെന്റ്, പിന്നെ നമ്മൾ പറഞ്ഞ അഡ്വർടൈസിങ് സർവീസുകൾ, പിന്നെ ലീഗൽ സർവീസ്. ഇതൊക്കെ
കൺസംഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക നോക്കുക. ഇനി അടുത്തൊരു ഉദാഹരണം ഇതേപോലെ തന്നെ സ്പെഷ്യൽ കേസാണ്. ഇപ്പൊ നമ്മൾ 2 സ്പെഷ്യൽ കേസുകൾ പഠിച്ചു. എക്സ്പോർട്ട് ഓഫ് സർവീസിൽ പൊതുവെ 0% ആണ് ടാക്സ് റേറ്റ് വരിക. അതിൽ തന്നെ 2 സ്പെഷ്യൽ കേസുകൾ നമ്മൾ പഠിച്ചു. ഒന്ന് റിയൽ എസ്റ്റേറ്റിന്റെ കേസും മറ്റേത് നമ്മളിപ്പോൾ പറഞ്ഞ സർവീസ് കൺസംഷനുമായി ബന്ധപ്പെട്ടു. മൂന്നാമത്തെ ഒരു സ്പെഷ്യൽ കേസാണ് ടെലി കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക് സർവീസുകൾ. ടെലി കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം പോലെ തന്നെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു സിംഗപ്പൂർ ബേസ് ചെയ്തൊരു കമ്പനി, ഓക്കെ, സിംഗപ്പൂർ ബേസ് ചെയ്തിട്ടൊരു കമ്പനി ഉണ്ട്. അവർക്ക് ഓൺലൈൻ ക്ലൗഡ് സ്റ്റോറേജ് കൊടുക്കുന്ന പരിപാടിയുണ്ട്. ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ അറിയില്ല, നമ്മളിപ്പോൾ ഗൂഗിളിന്റെ ക്ലൗഡ് എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ ഗൂഗിളിന്റെ ഡാറ്റ സ്റ്റോറേജ്, ക്ലൗഡിൽ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യാറില്ലേ. അപ്പോൾ ഇതൊരു സിംഗപ്പൂർ ബേസ്ഡ് കമ്പനിയാണ്. അവർക്ക് ക്ലൗഡ് ഉണ്ട്, ക്ലൗഡ് സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ സ്പേസ് നമുക്ക് ഡാറ്റ ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലൗഡ് സ്റ്റോറേജ് സർവീസ് ഉണ്ട്. അപ്പോൾ ഈ സർവീസ്, ഓക്കെ, ഇതൊരു ഡിജിറ്റൽ സർവീസ് ആണ്, അല്ലെങ്കിൽ ടെലി കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് സർവീസ് ആണ്. ഇനി അത് വേണ്ട, ഈ ക്ലൗഡ് സ്റ്റോറേജ് അല്ലെന്നുണ്ടെങ്കിൽ സിംഗപ്പൂർ ബേസ് ചെയ്ത് അല്ലെങ്കിൽ അമേരിക്കൻ ബേസ് ചെയ്തൊരു കമ്പനിയാണിത് നെറ്റ്ഫ്ലിക്സ്, അല്ലേ, നെറ്റ്ഫ്ലിക്സ്. ഇപ്പൊ നെറ്റ്ഫ്ലിക്സ് എന്താ, അമേരിക്ക ബേസ് ചെയ്തുള്ള ഒരു കമ്പനിയാണ്. അമേരിക്കക്ക് എന്താണ്, ഒരു ടെലി കമ്മ്യൂണിക്കേഷൻ സർവീസ് ആണ് ഈ പറഞ്ഞ നെറ്റ്ഫ്ലിക്സ് എന്ന് പറഞ്ഞാൽ, ടെലി കമ്മ്യൂണിക്കേഷൻ സർവീസ് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള ടെലി കമ്മ്യൂണിക്കേഷൻ സർവീസുകൾ അല്ലെങ്കിൽ ഓൺലൈൻ സ്ട്രീമിങ്ങുകൾ അല്ലെങ്കിൽ ക്ലൗഡ് ബേസ് ചെയ്ത കമ്പനികൾ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, സ്ട്രീം ചെയ്യാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നെറ്റ്ഫ്ലിക്സ് സ്ട്രീം ചെയ്യാണ്. അപ്പോൾ ഇതിന്റെ സർവീസ് നടക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ കൺസംഷൻ നടക്കുന്നത്, ഇതിന്റെ കസ്റ്റമർ നിൽക്കുന്നത് UAE അകത്താണെന്നുണ്ടെങ്കിൽ വാറ്റ് റേറ്റ് നേരത്തെ പറഞ്ഞ പോലെ 0% കിട്ടൂല, പകരം 5% കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ടെലി കമ്മ്യൂണിക്കേഷൻ സർവീസ് ആവുന്ന സമയത്തും നമ്മൾ നേരത്തെ കൺസംഷൻ പറഞ്ഞ പോലെ തന്നെ ആക്സസ് എവിടെ നിന്നാണോ എന്നുള്ളത് നോക്കുക. അപ്പൊ നമ്മൾ ഓൺലൈൻ സ്ട്രീമിംഗ് ആണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ സ്ട്രീമിങ്ങിന്റെ ആക്സസ് UAE അകത്താണെന്നുണ്ടെങ്കിൽ 5% ആണ് ടാക്സ് റേറ്റ് വരിക. ഈവൻ ദോ സപ്ലയർ കസ്റ്റമർ ഒക്കെ പുറത്താണെന്നുണ്ടെങ്കിൽ കൂടിയും ആക്സസ് എവിടെ നിന്നുള്ളതാണ് നോക്കുക. ഇതേപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കൺസപ്ഷനുമായി ബന്ധപ്പെട്ടതും ഇതേപോലെ തന്നെ. ഓക്കെ, അപ്പൊ എവിടെ നിന്നാണോ, ആള് UAE അകത്താണോ കൺസ്യൂം ചെയ്യുന്നത് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, 5 ആണോ 0 ആണോ എന്നുള്ളത് തീരുമാനിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് സർവീസിന്റെ റിലേറ്റഡ് എക്സ്പോർട്ട്. അപ്പൊ നമ്മൾ 2 എക്സ്പോർട്ടും നമ്മൾ നോക്കി. ഗുഡ്സിന്റെ എക്സ്പോർട്ട് നമ്മൾ നോക്കി, ഗുഡ്സിന്റെ എക്സ്പോർട്ടിലുള്ള കേസുകൾ നമ്മൾ പറഞ്ഞു. സർവീസിന്റെ എക്സ്പോർട്ട് പറഞ്ഞു. സർവീസിന്റെ എക്സ്പോർട്ടിൽ സിമ്പിൾ ആണ്. സർവീസിന്റെ എക്സ്പോർട്ടിൽ ആകെ 3 സ്പെഷ്യൽ കേസുകളേ ഉള്ളൂ. ഒന്ന് റിയൽ എസ്റ്റേറ്റിന്റെ സെക്ടർ, പിന്നെ അതുപോലെ സർവീസ് കൺസ്യൂം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കേസ്. രണ്ടാമത്തത് ടെലികോം സർവീസ്. സർവീസ് പെർഫോംഡ് എന്ന് പറഞ്ഞാലും സർവീസ് കൺസ്യൂംഡ് ഒന്ന് തന്നെ. ഓക്കെ, സർവീസ് പെർഫോംഡ് എന്ന് ഉദ്ദേശിച്ചത് അത് തന്നെ. ഓക്കെ, അപ്പോൾ കൺസ്യൂംഡ് സർവീസ് പെർഫോംഡ് തമ്മിൽ മാറിപ്പോണ്ട. സർവീസ് കൺസ്യൂംഡ് പെർഫോംഡ് എന്ന് ഉദ്ദേശിച്ചത്, ഇനി അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ പെർഫോംഡിന്റെ കേസ് പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ എന്ത് ചെയ്തു, ഇന്ത്യയിൽ നിന്നൊരു സിംഗറെ കൊണ്ടുവന്നു. ഓക്കെ, ഇന്ത്യയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഒരു സിംഗറെ കൊണ്ടുവന്നു, ഒരു പാട്ടുകാരനെ കൊണ്ടുവന്നു. ആ പാട്ടുകാരനെ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, UAE പാട്ട് പഠിച്ചു. ഓക്കെ, അപ്പൊ നമ്മുടെ സപ്ലയർ UAE ലാണ്, റെസിപ്പിയന്റ് ഇന്ത്യയിലാണ്, അല്ലെ, റെസിപ്പിയന്റ് ഇന്ത്യയിലാണ്. കാരണം ഇന്ത്യയിലുള്ള ആളാണ് എന്ത് ചെയ്യുന്നത്, സപ്ലൈ അല്ലെങ്കിൽ റെസിപ്പിയന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, റെസിപ്പിയന്റ് ആയിട്ട് നിൽക്കുന്നത് ഇന്ത്യയിലാണ്. പക്ഷേ ഈ സർവീസ് പെർഫോം ചെയ്യുന്നത് UAE അകത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർവീസ് കൺസംഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ 5% വാറ്റ് റേറ്റ് വരും. ഓക്കെ, അപ്പോൾ പൊതുവെ എക്സ്പോർട്ടിന്റെ കേസിലൊക്കെ 0% ആണ് ടാക്സ് റേറ്റ് വരിക. അപ്പൊ അതിൽ 0% മാറി 5% വരുന്ന സിറ്റുവേഷൻസ് ചെറിയ ചെറിയ സിറ്റുവേഷൻസ് ആണ്, അല്ലെ. ഇപ്പോൾ ഗുഡ്സിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടീഷൻസ് പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താവുള്ളൂ, 0%-ൽ നിന്ന് 5%-ലേക്ക് വരുള്ളൂ. സർവീസിന്റെ സമയത്ത് വരുന്ന സമയത്ത് പൊതുവേ എല്ലതും എന്താണ്, 0% ആണ്. പക്ഷെ ചില സ്പെഷ്യൽ കേസുകൾ കൺസംഷൻ ബേസ് ചെയ്തത് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ബേസ് ചെയ്തതൊക്കെ നമുക്ക് എന്ത് വരാം, 0%-ൽ നിന്ന് 5% ടാക്സ് റേറ്റ് വരാം. അപ്പൊ അതാണ് എക്സ്പോർട്ട്. എക്സ്പോർട്ടിൽ നമ്മൾ കാര്യമായിട്ട് ഇനി പ്രത്യേകിച്ച് പഠിക്കാനില്ല. ഇനി നമുക്ക് എക്സ്പോർട്ടിന്റെ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്തുള്ള കേസാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. ബാക്കി എക്സ്പോർട്ടൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് എക്സ്പോർട്ട് റിലേറ്റഡ് വാറ്റ് വരുന്നതിന്റെ തിയറിറ്റിക്കൽ സൈഡ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് എക്സ്പോർട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് വാറ്റ് റിട്ടേണിൽ പ്രാക്ടിക്കലി ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് മാത്രമാണ്. അത് നമുക്ക് പ്രാക്ടിക്കൽ ഡിസ്കഷൻ ചെയ്യുന്ന സമയത്ത് പറയാം. ഓക്കെ, സോ ഓക്കെ ആണോ, എക്സ്പോർട്ട് ഓക്കെ അല്ലേ എല്ലാവർക്കും? മനസ്സിലായില്ല? എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വാറ്റിന്റെ റേറ്റ് എങ്ങനെ വരിക എന്നുള്ളത് മനസ്സിലായോ? ഓക്കെ ആണോ?
ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ എൻഡ് ചെയ്യാണ്. നാളെ കാണാം.